അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് മാതൃകകളായി നിശ്ചയിച്ചു തന്ന സമൂഹങ്ങളിൽ അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളിൽപ്പെട്ട, നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാതൃകകളായി നിശ്ചയിച്ചു കൊടുത്തത് അത് മുൻകഴിഞ്ഞു പോയ നബിമാരും അതുപോലെ തന്നെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെയുള്ള നബിമാരും അതുപോലെ തന്നെ ആ നബിമാരിൽ വിശ്വസിച്ച മുൻകാലക്കാരായ സമൂഹങ്ങളും, ഇങ്ങനെ ഒരുപാട് ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതൃകകളായി അവരുടെ പല വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ അവരെ അനുകരിക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഖുർആനിൽ, അതുപോലെ തന്നെ ഹദീസുകളിൽ. എന്നാൽ മൊത്തത്തിൽ ചുരുക്കത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾക്ക് മാതൃകകളാക്കേണ്ടത് അല്ലെങ്കിൽ മാതൃകകളായി നിശ്ചയിച്ചു തന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മൾക്ക് നിർബന്ധമായും പിൻപറ്റാൻ ബാധ്യതയായിട്ടുള്ളത് രണ്ട് പേരാണ്, അല്ലെങ്കിൽ രണ്ട് മാതൃകകളാണ്. അതിൽ ഒന്നാമത്തത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാമത്തത് അവിടുത്തെ സഹാബത്താണ്. ഇത് രണ്ടും രണ്ടല്ല, രണ്ടും ഒരേ കാര്യം തന്നെ. വെച്ചാൽ വഹി, അതായത് ഖുർആനും സുന്നത്ത് എന്നുള്ള നമ്മൾ മുറുകെ പിടിച്ചാൽ വഴിതെറ്റാതെ വഴിതെറ്റുകയില്ല എന്നുള്ള ഉറപ്പ് തന്നിട്ടുള്ള കാര്യം, അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള അതിൻ്റെ രണ്ട് രൂപങ്ങളാണെന്ന് വെച്ചാൽ അത് പ്രകടമാവുന്ന രണ്ട് രീതികളാണ്. ഒന്നാമത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ, മറ്റൊന്ന് അവിടുത്തെ സഹാബത്തിലൂടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക, അവിടുത്തെ കാര്യങ്ങൾ അനുധാവനം ചെയ്യുക, അല്ലെങ്കിൽ അവിടുത്തെ രീതികൾ അവലംബിക്കുക എന്നതുപോലെ തന്നെ പ്രധാനമാണെന്ത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ത് അവിടുത്തെ സ്വഹാബത്തിൻ്റെ ജീവിത രീതികളും അവരുടെ നിലപാടുകളും മറ്റു കാര്യങ്ങളൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ മാതൃകകളായി കണക്കാക്കുന്നത് പോലെ, അദ്ദേഹത്തെ പിൻപറ്റാൻ നമ്മൾ പരിശ്രമിക്കുന്നത് പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ത് സ്വഹാബത്ത് എന്നുള്ളത്. സ്വഹാബത്ത് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലെയല്ല, മാനുഷികമായ അബദ്ധങ്ങൾ അവർക്ക് പലതിലും വന്നിട്ടുണ്ട്. അപ്പം ആ തെറ്റുകളിൽ പിന്തുടരണമെന്നല്ല, മറിച്ച് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്വഹാബത്ത് അവർക്ക് ഒന്നടങ്കം അവരൊരുമിച്ച് അവർക്കൊരു നിലപാടുണ്ടെങ്കിൽ ഒരു വിഷയത്തിൽ സ്വഹാബത്തിന് തർക്കമില്ല, രണ്ടഭിപ്രായമില്ല, അതിന് ഇജ്മാ എന്ന് പറയാം. അങ്ങനെ സ്വഹാബത്തിനൊരു വിഷയത്തിൽ ഇജ്മാ ഉണ്ടെങ്കിൽ അതേ ഹക്കാവുകയുള്ളൂ. പക്ഷെ നമുക്കതല്ലാത്തൊരു വിശ്വസിക്കാൻ നമുക്ക് പാടില്ല. അതല്ലാത്തൊരു നിലപാട് നമ്മൾക്ക് ദീനിന്റെ വിഷയത്തിൽ സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ സ്വീകരിച്ചാൽ നമ്മൾ എന്തായി? അഹ്ലുസുന്നത്തിന് പുറത്തുപോയി. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നില്ല, നരകത്തിൽ പോവാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പഠിപ്പിച്ച ഒരൊറ്റ വിഭാഗം, ആ വിഭാഗത്തിൽ നമ്മൾ പുറത്തു പോകും. എങ്ങനെ ആയിക്കഴിഞ്ഞാൽ സ്വഹാബത്തിനിടയിൽ തർക്കമില്ലാത്തൊരു വിഷയം, സ്വഹാബത്തിനിടയിൽ ഇന്ന കാര്യത്തിൽ ഇന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് വിചാരിക്കുക, ആ വിഷയത്തിൽ നമ്മൾ സ്വഹാബത്തിനെതിരായി കഴിഞ്ഞാൽ നമ്മൾ എന്തായിപ്പോയി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നരകത്തിൽ പ്രവേശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിഭാഗത്തിൽ നമ്മൾക്ക് പെടാൻ സാധിക്കാതാണ്. അപ്പൊ ഇത് രണ്ടും നമുക്ക് മാനദണ്ഡമാണ്. നമ്മുടെ ദീൻ ശരിയാണോ, നമ്മുടെ പ്രവർത്തനങ്ങൾ ശരിയാണോ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ശരിയാണോ, ഇതൊക്കെ പരിശോധിക്കാനുള്ള രണ്ട് തുലാസുകളാണ്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് സഹാബത്ത്. ഇതിലേതിലും നമ്മൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ദീൻ വെച്ച് തൂക്കി നോക്കാം, അളന്നു നോക്കാം. അതിലേ തൂക്കി നോക്കാവും. നമ്മൾ നമ്മുടെ നാട്ടുകാരുടെ ദീനുമായിട്ടോ നമ്മുടെ കുടുംബക്കാരുടെ ദീനുമായിട്ടോ ഒക്കെ നമ്മുടെ ദീനിൽ തട്ടിച്ചു നോക്കിയാൽ നമുക്കൊരിക്കലും നമ്മുടെ ദീനിന്റെ ശരിക്കുള്ള നിലവാരം, ക്വാളിറ്റി മനസ്സിലായിക്കൊള്ളുന്നില്ല. നമ്മൾക്ക് നമ്മുടെ ശരിക്കുള്ള നിലവാരം, നമ്മൾ എത്രത്തോളം ഇനി ഉയരാനുണ്ട്, എത്രത്തോളം മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾക്ക് മാതൃകകളെ പഠിപ്പിച്ചെന്നോ, ആരെ മാതൃകയാക്കണം എന്നുള്ള പഠിപ്പിച്ചെന്നോ അവരിലേക്ക് നോക്കണം.
അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ അവിടുത്തെ സഹാബത്തും. അപ്പോ ഈ ഒരു ആമുഖമോട് പറയാൻ നമുക്കൊക്കെ അറിയുന്ന കാര്യം തന്നെ അവിടെ ആവർത്തിച്ച് പറഞ്ഞത്, നമ്മൾ ഇത്തരം സംസാരങ്ങൾ അത് നബിമാരുടെ ചരിത്രങ്ങളാണെങ്കിലും അല്ലെങ്കിൽ സഹാബത്തിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആണെങ്കിലും അത്തരം ചരിത്രങ്ങൾ നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ അത്തരം ക്ലാസ്സുകൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം വേറൊന്നും ആവാൻ പാടില്ല. വെറുതെ ഒരു ചരിത്രം വന്ന് കേട്ടു പോവാ, ഒരു കഥ കേൾക്കുന്നത് പോലെ, അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ ഒരു എന്താ പറയാ കേവലം കേട്ട് കേൾവി അല്ലെങ്കിൽ വെറുതെ ഒരു എന്റർടൈൻമെന്റിന് മാത്രം ഉള്ള ലക്ഷ്യമല്ല നമ്മൾക്ക് എന്തുള്ളൂ ഇത്തരം സംസാരങ്ങൾ കൊണ്ടുള്ളത്. മറിച്ച് ഇത് നമ്മൾക്ക് അവരും മനുഷ്യന്മാരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ റസൂലിൻ്റെതായ പല പ്രത്യേകതകളും പല കാര്യങ്ങളും അങ്ങനെ ഒരുപാട് പ്രത്യേകതകളും എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾക്ക് അത് ഒഴികഴിവല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതുപോലെ പിൻപറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അദ്ദേഹത്തെ ഫോളോ ചെയ്ത് അങ്ങനത്തെ സാധിക്കുന്ന കാണിച്ചെന്ന വിഭാഗമാണ് സ്വഹാബത്ത്. അപ്പൊ അത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾക്കൊരിക്കലും എന്തില്ല ഒരു ഒഴികഴിവും ഇല്ല. അത് റസൂലല്ലേ, അദ്ദേഹത്തെ അങ്ങനെ പറ്റും, അല്ലെങ്കിൽ അത് സ്വഹാബത്തല്ലേ, ഇവർക്ക് ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങളുണ്ട്, അവർ റസൂലിനെ കണ്ടിരുന്നില്ലേ, ഇങ്ങനെയൊക്കെയുള്ള ഒഴികഴിവുകൾ നമ്മൾക്ക് പറയാൻ പറ്റൂല എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, വളരെയധികം ശ്രദ്ധിക്കാം. ചുരുക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ അവരെ പോലെ ആവാൻ പറ്റുന്നിടത്തോളം സാധിക്കുന്നിടത്തോളം ശ്രമിക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, അവരെ പോലെ ആകണമെങ്കിൽ അവരെങ്ങനെയാണെന്ന് അറിയണം. അവരെങ്ങനെയാണെന്ന് അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, അവരെ പോലെ ആകാൻ സാധിക്കുള്ളൂ. അപ്പം അതിനു വേണ്ടിയിട്ട് ഈ ഒരു ലക്ഷ്യം മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഇങ്ങനെയുള്ള ചരിത്രങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ സ്വഹാബത്തിൻ്റെയോ അല്ലെങ്കിൽ താബീങ്ങളുടെയോ ഇമാമിങ്ങളുടെയോ നബിമാരുടെയോ ഇങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങൾ, മുൻകഴിഞ്ഞു പോയ ആളുകളുടെ ചരിത്രങ്ങൾ സംസാരിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹു ഫബിഹുദാഹു മുഖ്തദി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നബിമാരുടെ ചരിത്രം പറയുന്നതിനെ പറ്റി അള്ളാഹ് പറഞ്ഞെന്താ, അവരെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, ഹിദായത്തിലാക്കിയിട്ടുണ്ട്. അവരുടെ ഹിദായത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ, പിൻപറ്റാൻ വേണ്ടി. അവരുടെ ഹിദായത്ത് നിങ്ങൾ അവരെ പിൻപറ്റാൻ. അപ്പൊ നമ്മൾ അവരെ പോലെ ആകുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ചരിത്രം പറയുന്നത്, അതിനു വേണ്ടിയിട്ടാണ് ചരിത്രങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഖുർആനിൽ നോക്കിയാൽ കാണാൻ സാധിക്കും, ഖുർആനിൽ ഏറ്റവും നമ്മൾ ഇങ്ങനെ വായിച്ച് അർത്ഥം പറഞ്ഞ ഒരു തവണയെങ്കിലും മുഴുവൻ വായിച്ചു തീർത്ത ഒരാൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ത്, ഖുർആനിൽ കൂടുതലും ഹറാം ഹലാലുകളാണോ? ആണോ? വായിച്ച ഒരാൾക്കറിയാം. ഹറാം ഹലാലുകൾ എവിടെയെങ്കിലൊക്കെ വരുള്ളൂ, ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ. എന്തെങ്കിലും ഒരു കൽപ്പനയും വിലക്കും, ഇന്നത് മോശമാണ് ഇന്നതൊക്കെ, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. അതിന്റെ ബാക്കിയുള്ള ഭൂരിഭാഗം ഭാഗങ്ങൾ എന്താണ്, ചരിത്രങ്ങളാണ്. ബാക്കി ഭൂരിഭാഗം ഭാഗങ്ങളും ചരിത്രങ്ങളാണ്. എന്തിനാണ് ചരിത്രം? നമ്മൾക്ക് ഹിദായത്തിനായി നിശ്ചയിക്കപ്പെട്ട ഗ്രന്ഥമല്ലേ ഖുർആൻ. ഈ ഖുർആനിൽ ഇത്രയധികം ഹറാം ഹലാലുകൾ പറയുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ചരിത്രങ്ങൾ പറയുന്നത് എന്തിനാ? ഹസൻ ബസീർ റഹ്മത്തുള്ളാഹി പറയാറുണ്ട്, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹം പറയുന്ന വാക്കെന്താന്ന് വെച്ചാൽ, എനിക്ക് സഞ്ചരിക്കാനുള്ള വഴി അതൊരുപാട് നീണ്ടതാണ്. എന്നുവെച്ചാൽ ആ റൂട്ട് ഒരുപാട് ലോങ് ആണെന്ന് ഞാൻ മനസ്സിലാക്കി. ശ്രദ്ധിക്കണേ, എനിക്ക് സഞ്ചരിക്കുന്ന സ്വർഗത്തിലേക്കുള്ള റൂട്ടാണ് ഉദ്ദേശിക്കുന്നത്. മരണം വരെ സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിൽക്കാന്നുള്ള റൂട്ട് അതൊരുപാട് ലോങ് ആണെന്ന് ഞാൻ മനസ്സിലാക്കി. അത് മാത്രമല്ല, എൻ്റെ കൂടെ സഞ്ചരിക്കാൻ ആരും ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ വളരെ ദൂരേക്ക് ഒരു യാത്ര പോവാണ്, റൂട്ടിൽ ആരുമില്ല, നിങ്ങളുടെ സൈഡിലുമില്ല അപ്പുറത്തെ സൈഡിലും ആരുമില്ല, വിജനമായ സ്ഥലം. എത്ര സ്പീഡുള്ള വണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് കുറച്ചതിന് മടുപ്പ് വരും, മുഷിപ്പ് വരും, നിർത്തി തിരിച്ചു പോയാലെന്നൊക്കെ തോന്നും, അല്ലെങ്കിൽ റൂട്ട് മാറ്റി പിടിച്ചാലെന്നൊക്കെ തോന്നും. അദ്ദേഹം പറയുന്നത്, അതുകൊണ്ട് ഞാൻ ഖുർആൻ മനപ്പാടാക്കി. അതുകൊണ്ട് ഞാൻ ഖുർആൻ കാരണം ഖുർആനിൽ ചരിത്രങ്ങളാണ് മുഴുവൻ. അപ്പൊ എൻ്റെ കൂടെ ഇപ്പൊ എനിക്ക് നോക്കും, എൻ്റെ കൂട്ടുകാരോ നാട്ടുകാരോ ആരും എൻ്റെ കൂടെ എൻ്റെ ഒപ്പം സഞ്ചരിക്കുന്നതായിട്ട് കാണുന്നില്ലെങ്കിലും ഇതേ പാതയിൽ എന്നെക്കാൾ വേഗത്തിൽ മുന്നിൽ സഞ്ചരിച്ചു പോയ ആളുകളെ എനിക്ക് എൻ്റെ അറിവ് കൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും
എനിക്കെൻ്റെ അറിവ് കൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, പലപ്പോഴും നമ്മൾ പല വഴികളിലും വളരെ സ്പീഡിൽ പോവുക. അങ്ങനെ മുമ്പിൽ സ്പീഡിൽ പോകുന്ന ഒരാൾ പിന്നാലെ പിടിച്ചിട്ടാണ് പോവുക. അവർ നമുക്ക് കുറേ യാത്ര ചെയ്ത് മടുപ്പ് വരുമ്പോൾ അവൾ പല രീതികൾ സ്വീകരിക്കും. അതിലൊരു രീതിയാണ് എന്ത്, ഏതെങ്കിലും ഒരാൾ വേഗത്തിൽ പോകുന്നുണ്ടെങ്കിൽ അയാളൊപ്പം എന്ത് ചെയ്യും, വേഗത്തിൽ പോകാൻ ശ്രമിക്കും, അയാളെ പിന്നാലെ കൂടും. ഇതുപോലെ ആകാൻ, ഈ യാത്ര മടുപ്പ് വരാതിരിക്കാൻ, സ്വർഗത്തിൽ കാല് കുത്തുന്നത് വരെ സിറാത്തുൽ മുസ്തഖീമിൽ അതിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥ എൻ്റെ ഹൃദയത്തിന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത് ഞാൻ ഖുർആൻ പഠിച്ചത് എന്ന് അദ്ദേഹം എന്ത് ചെയ്യണം പറയാം. ഖുർആനിൽ എന്താണ് ഈ ചരിത്രങ്ങൾ എന്തിനാണ്? ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ദുനിയാവിൽ ഒറ്റയ്ക്കുള്ളൂ വിചാരിക്കുക, അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ ശരിയായ ഇസ്ലാമിൽ നമ്മൾ മാത്രമുള്ളൂ എന്ന് വിചാരിക്കുക. എന്നാലും നമ്മൾക്ക് യാതൊരു മടുപ്പും അല്ലെങ്കിൽ ഒരു പ്രയാസവും ഒറ്റപ്പെടലും എന്താ പറയാ, അങ്ങനത്തെ ഒരു പ്രശ്നവും നമുക്ക് വരൂല നമ്മൾക്ക് ഖുർആൻ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഇങ്ങനെ ചരിത്രങ്ങൾ പഠിക്കുന്നതിൽ. ഒന്നാമത്തെ ലക്ഷ്യം നമ്മൾ പറഞ്ഞതുപോലെ അവരെ മാതൃകയാക്കാന്നുള്ളത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അവരുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ആ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആക്കുക. രണ്ടാമത്തത് ഈ ഒരു നമുക്കൊരു ആശ്വാസമാണ്. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും നമ്മൾ ഈ ആദർശത്തിൽ, അല്ലെങ്കിൽ നാട്ടിൽ ഒറ്റയ്ക്കായിരിക്കും, സമൂഹത്തിൽ ഒറ്റയ്ക്കായിരിക്കും. ശരിക്കും നമ്മൾ ഒറ്റയ്ക്കല്ല. അള്ളാഹുലേക്കുള്ള മാർഗത്തിൽ ആ യാത്രയിൽ നമ്മൾ ഒരിക്കലും എന്തല്ല, നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മുടെ കൂടെ നബിമാരുണ്ട്, നബിമാരെ പിൻപറ്റിയ അവരുടെ സമൂഹങ്ങളുണ്ട്, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു വഴിയിൽ ഇങ്ങനെ സഞ്ചരിക്കുക. നമ്മൾ ബാക്കിലാണ്, ശരി, പതുക്കെയാണ് പോണത്, ശരി. പക്ഷെ നമ്മൾ സഞ്ചരിക്കുന്ന വഴിയിൽ നമ്മുടെ നേരെ കുറച്ച് മുമ്പേ നമ്മൾ നോക്കിയാൽ കാണുന്ന ദൂരം എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിക്കുന്നുണ്ട്. നമുക്ക് പിന്നെ എന്തെങ്കിലും പേടിക്കാനുണ്ടോ? ആരെങ്കിലും നമ്മുടെ കുടുംബക്കാരില്ല എന്നുള്ളതോ നാട്ടുകാരില്ല എന്നുള്ളതോ അതൊന്നും നമുക്കൊരു ബേജാറല്ല, ഒരു വിഷയമല്ല, നമുക്കൊരു വിഷമം വരൂല. കാരണം നമ്മൾ സഞ്ചരിക്കുന്ന വഴി നേരെ മുന്നിൽ നോക്കിയാൽ കാണാം ദൂരെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മുൻപിൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. അവരുടെ കൂടെ സ്വഹാബത്തുണ്ട്, മറ്റു നബിമാരുണ്ട്. അതേ വഴിയിലാണ് ഞാനെങ്കിൽ നമുക്ക് പിന്നെ എന്താ പേടിക്കാനുള്ളത്? എന്തിനു വിഷമിക്കേണ്ട ആവശ്യം? അപ്പൊ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ എന്തുണ്ട് ചരിത്രങ്ങൾ പഠിക്കുന്നതിലുണ്ട്. ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് ഫർള് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യും, പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പോകും, വീട്ടിലേക്ക് പോകും. അപ്പൊ കൂടെയുള്ള ആൾക്കാർ ചോദിക്കും, നിങ്ങളെന്താ ഞങ്ങളുടെ കൂടെ കുറച്ച് നേരം ഇരിക്കാത്തത്? അപ്പൊ അദ്ദേഹം പറയും, ഞാൻ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരായിട്ടുള്ള ചില ആളുകളിലൂടെ. ആരാണത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവരുടെ സ്വഹാബത്തിനും കൂടെ ഞാൻ ഇരിക്കാറാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, ഞാൻ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പഠിക്കും, വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ പോയി അതെടുത്ത് വായിക്കുകയും പഠിക്കുകയും ചെയ്യും. അതുപോലെ നമ്മൾ അവരുടെ കൂടെ ഇരിക്കുക, അല്ലെങ്കിൽ അവരുടെ കൂടെ ആകുന്ന പോലെ അവരുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു പോകുമ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയാ ചുറ്റുപാടിലേക്കൊക്കെ എത്തിപ്പെട്ടതുപോലെയൊക്കെ ഒരു തോന്നൽ, അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട ഒരു ഒരവസ്ഥയാണ്. എന്തായാലും നമ്മുടെ വിഷയം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം സഹാബിയാണ്, നമുക്കൊക്കെ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമു റസൂലില്ല എന്നറിയപ്പെടുന്ന സഹാബി. അദ്ദേഹത്തിന് പ്രത്യേകതകൾ ഒരുപാടുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ റിപ്പോർട്ട് ചെയ്ത ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത വ്യക്തികളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സഹാബിയാണ് ആര്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഒന്നാമത്തെ അബൂ ഹുറൈറ, പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ. അങ്ങനെ ആ ഒരു നിരയിൽ നാലാമത്തെ സ്ഥാനത്ത് വരുന്ന വ്യക്തിയാണ് ആര്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. 2000-ലധികം ഹദീസുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ. നമ്മൾ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തുടങ്ങാം. നമുക്കറിയാം, ഒരാൾ നമ്മൾ ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കും, ഏറ്റവും ആദ്യം അദ്ദേഹത്തിന്റെ കുടുംബത്തെ പറ്റി പറഞ്ഞ് അങ്ങനെയാണ് വരിക. അതുപോലെ തന്നെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം, ആ കുടുംബത്തിന് ബനു നജ്ജാർ എന്ന് പറയും. നമ്മൾ ഇസ്ലാമിന്റെ കുടുംബത്തിന്റെ പേരെന്താ? ബനു ഹാഷിം. ബനു ഹാഷിം, ഖുറൈശ് എന്ന് പറഞ്ഞ ഗോത്രം. ഗോത്രത്തിൽ കുടുംബത്തിനെ പറ്റി പറയുമ്പോൾ ബനു ഹാഷിം എന്ന് പറയും. അബൂബക്കർ ബനു തൈമ, അങ്ങനെ
ഓരോ കുറേ കുടുംബങ്ങൾ ചേരുമ്പോൾ ഒരു ഗോത്രമാണ്. അറബികൾ അങ്ങനെയാണ്. അപ്പോൾ ഇദ്ദേഹം അൻസാറുകൾ എന്ന് പറഞ്ഞാൽ മദീനയിലെ ആളുകൾ, അവിടുത്തെ അൻസാരികളിൽപ്പെട്ട ബനു നജ്ജാർ എന്ന് പറയുന്ന കുടുംബത്തിൽ പെട്ട വ്യക്തിയാണ് ആര്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഈ കുടുംബം, ബനു നജ്ജാർ കുടുംബം, ഈ കുടുംബത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പ്രത്യേകം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹദീസുകൾ ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. എന്താ? ഖൈറു ദൂരിൽ അൻസാരി ബനു നജ്ജാർ എന്നുവെച്ചാൽ അൻസാറുകൾ, നമുക്കറിയാം അൻസാറുകളുടെ ശേഷം നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ലാ യുഹിബ്ബുഹും ഇല്ല മുഅ്മിൻ. അവരെ മുഅ്മിനുകളല്ലാതെ എന്ത് ചെയ്യില്ല, അവരെ ഇഷ്ടപ്പെടുകയില്ല എന്ന് ആരെ പറ്റി? അൻസാറുകളെ പറ്റി പറഞ്ഞിട്ട്. അതുപോലെ തന്നെ വലാ യുബ്ഗിളുഹും ഇല്ല മുനാഫിഖ്. മുനാഫിക്കുകളല്ലാതെ എന്ത് ചെയ്യില്ല, അവരെ വെറുക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത്രത്തോളം ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങളാണ് ആര്? അൻസാറുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എന്ത് ചെയ്തു? മറ്റ് മദീനയിലുള്ള മറ്റ് ആളുകൾക്ക്, ഒരു യുദ്ധത്തിന്റെ ഗനീമത്ത് സ്വത്ത് വന്നപ്പോൾ, അതെത്തിച്ചേർന്നപ്പോൾ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ കൊടുത്തു. അവരുടെ അത്രയും അല്ലെങ്കിൽ അവരെക്കാൾ പ്രയാസം ഉണ്ടായിരുന്ന അൻസാറുകൾ പലർക്കും സമ്പത്ത് കൊടുത്തൂല്ല. അത് അവർക്ക് ചെറിയൊരു വിഷമമുണ്ടായി അൻസാറുകൾക്ക്. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്രയും കൂടെ നിന്നിട്ട്, അല്ലെങ്കിൽ ഇത്ര കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളൊന്നും എന്താ പറയാ തീരെ പരിഗണിച്ചില്ല എന്നല്ല, ഇങ്ങനത്തെ ഒരു സാഹചര്യം ഞങ്ങൾ ഇത്രയും പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കും കുറച്ചെന്തെങ്കിലും തന്നിരുന്നെങ്കിൽ അത് ഇത്ര ഹൈറായനെന്നൊരു വിഷമം അവർക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളെ മാത്രമായിട്ട് പള്ളിയിൽ ഒരുമിച്ച് കൂട്ടി. അൻസാറുകൾ മാത്രം. എന്നിട്ട് അൻസാറുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, ജനങ്ങളൊക്കെ ഒരു വഴിയിലും അൻസാറുകൾ മറ്റൊരു വഴിയിൽ സഞ്ചരിച്ചാൽ ഞാൻ അൻസാറുകൾ സഞ്ചരിച്ച വഴിയിൽ ഞാൻ സഞ്ചരിക്കുള്ളൂ. എന്നിട്ട് ജനങ്ങളെല്ലാവരും അത് എന്താ പറയാ മേൽവസ്ത്ര അൻസാർ എന്ന് വെച്ചാൽ എന്താ പറയുക, പറയാം നിങ്ങൾ എൻ്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന വസ്ത്രമാണ് എന്ന് അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, മറ്റുള്ള ആളുകളൊക്കെ അതൊക്കെ അലങ്കാരം, ആ വസ്ത്രം ഇല്ലാതായി എന്ന് വെച്ചിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ ഏറ്റവും പ്രയാസമുള്ള ഘട്ടത്തിൽ എൻ്റെ കൂടെ നിന്ന് ഇസ്ലാമിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു. അതുകൊണ്ടല്ല അൻസാറുകൾ എന്ന് അവരെ പറ്റി പറയും, നസറാന്ന് സഹായിച്ചു. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് അവര്. അപ്പൊ നിങ്ങളാണ് ഏറ്റവും ചേർന്ന ആളുകൾ, ശരീരത്തോട് ഏറ്റവും ചേർന്ന വസ്ത്രം എന്നവരെ പറ്റി പറയാൻ കാരണം എൻ്റെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് നിങ്ങളാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും എന്ത് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിക്കാം. അത് കേട്ടപ്പോൾ എല്ലാ അൻസാറുകളും കരഞ്ഞു ആ സംഭവത്തിൽ. അപ്പൊ അങ്ങനത്തെ ഒരു ഏറ്റവും സ്വഹാബികൾ ഏറ്റവും ശ്രേഷ്ഠരായ വിഭാഗമാണെന്ത്? മുഹാജിറുകളെ പോലെ തന്നെ അതിനോളം ശ്രേഷ്ഠത വരുന്ന, ഏറ്റവും ശ്രേഷ്ഠത മുഹാജിറുകൾ തന്നെയാണ്, പക്ഷെ അതിനോളം ചേർന്ന് ശ്രേഷ്ഠത വരുന്നൊരു കൗമാണ് ആര്? സ്വഹാബികളിൽ അൻസാറുകൾ. ഈ അൻസാറുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ കുടുംബക്കാരാണ് ബനു നജ്ജാർ കുടുംബം. ബനു നജ്ജാർ, ഈ ബനു നജ്ജാർ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് ആര്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അനസ് ബിൻ മാലിക്കിന്റെ ഉപ്പ, ശ്രദ്ധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് തുടങ്ങി മദീനത്തേക്ക്, മദീനയിൽ വരുന്നതിന് മുമ്പ് തന്നെ മദീനത്ത് പല ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആദ്യം ഇസ്ലാം സ്വീകരിച്ചവരിൽപ്പെട്ട ആളാണ് ആര്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. ഉമ്മാന്റെ പേര് ഉമ്മു സുലൈം എന്നാണ്. ഉമ്മു സുലൈം. ഉമ്മു സുലൈം ഇസ്ലാം സ്വീകരിച്ചത് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? അനസ് ബിൻ മാലിക്കിന്റെ ഉപ്പാക്ക് ഇഷ്ടപ്പെട്ടില്ല. അനസ് ബിൻ മാലിക്കിന്റെ ഉപ്പ എന്ത് ചെയ്തു? റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അത് ഇഷ്ടപ്പെടാതെ അദ്ദേഹം ഷാമിലേക്ക് പോയി കാഫറായി തന്നെ എന്ത് ചെയ്തു? മരണപ്പെട്ടു. ഇങ്ങനെ മരണപ്പെട്ടു. അദ്ദേഹം എന്ത് ചെയ്തു? അതായത് ഉപ്പാന്റെ അവസ്ഥ ഇതാണ്. അതേസമയം ഉമ്മ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഉമ്മു സുലൈം, അവര് നമ്മൾ നേരത്തെ പറഞ്ഞു ഇസ്ലാമിലേക്ക് വളരെ ആദ്യം, പക്ഷെ അതിന്റെ കാര്യങ്ങൾ അറിയുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം മദീനത്ത് ഇസ്ലാം സ്വീകരിച്ചവരിൽപ്പെട്ടൊരു സ്ത്രീയായിരുന്നു ആര്? ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എന്താ പറയാ, വളരെയധികം ഒരുപാട് വിഷയങ്ങൾ അവരുടെ വിഷയത്തിൽ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരു സ്ത്രീയായിരുന്നു ആര്? ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. ഒരുപാട് ഞാൻ ഒന്ന് രണ്ട് അവരുടെ ശ്രേഷ്ഠത മനസ്സിലാക്കണം, പക്ഷെ എങ്ങനെയാണ് അവരുടെ അദ്ദേഹത്തിന്റെ കുടുംബ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയിൽ നിന്ന് അവരെ സംബന്ധിച്ച് ഉദ്ധരിക്കപ്പെട്ട ഒരു സംഭവമാണെന്ത്?
അവര് ഇദ്ദേഹം അതായത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ മരണപ്പെട്ടതിന് വലൈക്കും സലാം അവര് വിട്ട് പിരിഞ്ഞു പോയതിനു ശേഷം ഇവർ മറ്റൊരു വിവാഹം എന്ത് ചെയ്യണം സമയമായപ്പോ വിവാഹ ആലോചനയുമായിട്ട് ആര് ചെല്ലുകയാണ്? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ചൊല്ലുക. അവരടുക്കൽ വിവാഹം ആലോചിക്കാൻ ചെല്ലുക. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അന്ന് മുസ്ലിം അല്ല. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അന്ന് മുസ്ലിം അല്ല. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വളരെ ശ്രേഷ്ഠനായ എന്നുവെച്ചാൽ ആ നാട്ടിൽ വളരെയധികം വലിയ സ്ഥാനമുള്ളൊരു വ്യക്തിത്വമാണ്. അപ്പൊ അദ്ദേഹം ഇവരുടെ അടുക്കൽ വിവാഹം ആലോചിക്കാൻ ചെന്നപ്പോ അവര് ഉമ്മു സലീം റളിയല്ലാഹു അൻഹു പറയുന്നത് ഇത്രയേ ഉള്ളൂ: താങ്കളെ പോലെ ഒരാളുടെ വിവാഹാലോചന ഒരിക്കലും നിരസിക്കാവുന്നതല്ല, ആരും അങ്ങനെ തട്ടിക്കളയൂല. പക്ഷേ എനിക്ക് താങ്കളിൽ പ്രയാസം ഉണ്ടാക്കുന്നത് ഒറ്റ കാര്യമുള്ളൂ, താങ്കൾ അള്ളാഹു അല്ലാത്തൊരു ഇബാദത്ത് ചെയ്യുന്ന കാര്യം വളരെ വ്യക്തമായി സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് അവർ പറഞ്ഞു. അത്രയും കൂടി പറഞ്ഞു, താങ്കൾക്ക് ചിന്തിച്ചുകൂടെ, താങ്കൾ അത്രയും പോലും കഴിവില്ലാത്ത ഒരു മരത്തിനെയും കല്ലിനേക്കാണല്ലോ താങ്കൾ ആരാധിക്കുന്നത്, ഇതിനേക്കാൾ മോശമായ കാര്യം എന്താണ്? താങ്കൾക്ക് അങ്ങനെ ചെയ്യുന്നത് ലജ്ജയില്ല എന്നൊക്കെ ചോദിച്ചു. അതിന്റെ മ്ലേച്ഛതയും അതിന്റെ നിരർത്ഥകതയൊക്കെ എന്ത് ചെയ്യണം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം കുറച്ച് ദിവസം കഴിഞ്ഞ് അദ്ദേഹം സമ്മതിക്കുകയും അങ്ങനെ ആ വിവാഹം നടക്കുകയും ചെയ്യാം. എന്നുവെച്ചാൽ അബൂ ത്വൽഹ ആരുടെ ഉപ്പയല്ല? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയല്ല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കാഫറായി മരണപ്പെട്ടു. ഇസ്ലാം സ്വീകരിക്കാൻ കൂട്ടാക്കാതെ വേറൊരു നാട്ടിലേക്ക് പോയി അവിടെ നിന്ന് മരണപ്പെടുകയും ഉണ്ടായി. അതിനുശേഷം ഒരു ഉമ്മു സലീം റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്തതാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇവര് ഈ വിവാഹം നടത്തി കൊടുക്കുന്ന വലിയ ആരാന്നറിയോ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. വിവാഹം നടത്തി കൊടുക്കുന്ന വലിയ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അനസ് ദീൻ ഇസ്ലാമിൽ അത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഒന്നല്ല വിവാഹം എന്ന് പറയും. ആ ഒരു കൺസെപ്റ്റേ അല്ല. അന്ന് എത്ര വയസ്സുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് വരുമ്പോൾ 10 വയസ്സേ ഉള്ളൂ. അന്ന് എത്ര വയസ്സുണ്ടാവും? ഒരു 9 വയസ്സ് ഏകദേശം. 9 വയസ്സുള്ള മകൻ വലിയായിട്ട് എന്ത് ചെയ്യണം? ഉമ്മാന്റെ വിവാഹം നടത്തി കൊടുക്കാം. ഉമ്മാന്റെ വിവാഹം നടത്തി കൊടുക്കാം. ഉമ്മാന്റെ വിവാഹം നടത്തി കൊടുക്കാൻ പറ്റുമെങ്കിൽ സ്വാഭാവികമായിട്ട് ആ പ്രായത്തിലെ ആളുകൾ എന്ത് ചെയ്യും? വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്യും. ആ വ്യക്തിയെ കല്യാണം കഴിപ്പിക്കുകയും ചെയ്യും. അത്രയും കാര്യപ്രാപ്തിയുള്ള ഒരാൾ എന്ത് ചെയ്യുള്ളൂ? വലിയായിട്ട് നിൽക്കുള്ളൂ. എൻ്റെ മകനാണെന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒന്നും അറിയാത്തൊരു എട്ടുമുട്ടും തിരിയാത്തൊരു കുട്ടിയെ എന്ത് ചെയ്യില്ല, ആരും വലിയായി നിർത്തൂല. അപ്പം അത്രയും കാര്യപ്രാപ്തിയുള്ള ചെറുപ്പത്തിൽ തന്നെ വളരെയധികം എന്താ പറയുക പക്വതയും അറിവും കാര്യങ്ങളൊക്കെ കാര്യഗൗരവമൊക്കെ ഉള്ളൊരു കുട്ടിയായിരുന്നു ആര്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അപ്പോ ഈ വിവാഹം കഴിഞ്ഞ ഒരു സംഭവം കൂടി പറയാം. ഇവരുടെ ഈ ഉമ്മു സലീം റളിയല്ലാഹു അൻഹു വെച്ചാൽ ഞാൻ ഇതിങ്ങനെ ഉമ്മാനെ പറ്റി ഇത്രയും വിശദീകരിക്കും കാരണം എന്തെന്നറിയോ? അത് ഉമ്മമാരാണ് മക്കളുടെ ഒന്നാമത്തെ മദ്രസ. ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട മദ്രസ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ഉമ്മയാണ്. ഉമ്മമാര് വളരെ നല്ല എന്ന് വെച്ചാൽ ഈമാനിന്റെയും തഖ്വയുടെയും ഇൽമിനോടുള്ള ഇഷ്ടത്തിന്റെയൊക്കെ ഉറവിടമാണെങ്കിൽ മക്കൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അതിൽ ആ ഒരു രൂപത്തിലേ വളരുള്ളൂ. ഉമ്മമാർ വളരെ നല്ല ദീനിന്റെ വക്താക്കളാണെങ്കിൽ മക്കളും അതുപോലെ ആവുക സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഉമ്മു സലീം റളിയല്ലാഹു അൻഹ ഇത്രയും വിശദീകരിക്കാൻ കാരണം. അവരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ എടുത്തു പറയാൻ പ്രത്യേകം താല്പര്യപ്പെടുന്നത് അതുകൊണ്ടാണ്. അത്രയധികം അവർക്ക് എന്തുണ്ട്? ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പങ്കുണ്ട്, വളർത്തുന്നതിൽ കാര്യമായ പങ്കുണ്ട് ഉമ്മു സലീം റളിയല്ലാഹു അൻഹ. ഒരു സംഭവം മാത്രം ഞാൻ പറയാം. വളരെ എന്താ പറയാ നമുക്ക് അത്ഭുതം തോന്നുന്ന നടന്നൊരു സംഭവമാണ് ഉമ്മു സലീം റളിയല്ലാഹു അൻഹ ജീവിതത്തിൽ. നമുക്ക് പെട്ടെന്ന് എന്താ പറയാ നമുക്ക് നമ്മുടെ ജീവിതമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നമുക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ സാധിക്കാത്തൊരു വലിയ ഒരു മഹത്തായ സംഭവം. ഉമ്മു സലീം റളിയല്ലാഹു അൻഹുവിന് അബൂ ത്വൽഹ എന്ന് പറഞ്ഞ കല്യാണം വിവാഹത്തിന് ശേഷം കുട്ടിയുണ്ടായി. ആ കുട്ടി എന്ത് ചെയ്തു? ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു. പനി എന്തോ രോഗം വന്ന് അത് മൂർച്ഛിച്ച് അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്ന സമയത്ത് നല്ല പനി ഉണ്ടായി. അദ്ദേഹത്തിന് പുറത്തു പോകേണ്ട നിർബന്ധ സാഹചര്യം, അദ്ദേഹം പുറത്തു പോയി. തിരിച്ചു വരുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണം? തിരിച്ച് വീട്ടിൽ നിന്ന് പുറത്തു പോയ സമയത്ത് കുട്ടി മരണപ്പെടും. ഉമ്മു സലീം റളിയല്ലാഹു അൻഹു വീട്ടുകാരുടെ എല്ലാവരോടും പറഞ്ഞു,
ഞാൻ അദ്ദേഹത്തെ മരണ വാർത്ത അറിയിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യരുത്, നിങ്ങളാരും അദ്ദേഹത്തോട് ഈ വിഷയം പറയരുതെന്ന് പറഞ്ഞു. അവരെല്ലാവരും സമ്മതിച്ചു. രാത്രിയായപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഇവര് കുട്ടി എങ്ങനെ ഉണ്ട് ചോദിച്ചപ്പോൾ മുമ്പത്തേക്കാൾ നല്ല അവസ്ഥയിലാണ് എന്ന് പറഞ്ഞു. പറഞ്ഞത് തെറ്റൊന്നുമില്ല. മുസ്ലിം എന്ന് വെച്ചാൽ മരണപ്പെട്ടു പോയാലും എന്താ പറയാ, നല്ല ആളുകളാണെങ്കിൽ അവർക്ക് എന്താ റാഹത്ത് തന്നെയാണ്, ദുനിയാവിൽ നിന്നുള്ള റാഹത്ത് തന്നെയാണ്. അപ്പൊ ആ മുമ്പത്തേക്കാൾ നല്ല അവസ്ഥയിലാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അത് കേട്ടിട്ട് പനി കുറഞ്ഞിട്ടുണ്ടാവും വിചാരിച്ചു. നേരെ ഭക്ഷണം കഴിച്ച് ഇവരെന്ത് ചെയ്തു, ഏറ്റവും നല്ല രൂപത്തിൽ ഒരു സ്ത്രീ ഭർത്താവിന് വേണ്ടി എങ്ങനെ ഒരുങ്ങേണ്ടത് അതിന്റെ ഏറ്റവും നല്ല രൂപത്തിൽ ഒരുങ്ങി അങ്ങനെ അവർ തമ്മിൽ എന്ത് ചെയ്തു, ദാമ്പത്യ ബന്ധത്തിലൊക്കെ ഏർപ്പെട്ട് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉമ്മു സലീമ റളിയല്ലാഹു അൻഹ ഭർത്താവിനോട് ചോദിക്കുകയാണ്, ഒരു ആള് നമ്മുടെ അടുക്കൽ ഒരു കാര്യം ഏൽപ്പിച്ചാണ്, പക്ഷെ നമ്മുടെ വസ്തുവല്ല, നമ്മുടെ ഉടമസ്ഥതയിലുള്ള കാര്യമല്ല. ഭർത്താവിനോട് കാര്യം അവതരിപ്പിക്കുന്ന എങ്ങനെയാണ്, ഒരാള് അയാളുടെ ഒരു വസ്തു നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തന്നു. അങ്ങനെ ഏൽപ്പിച്ചു തന്നിട്ട് ആ വ്യക്തിക്ക് അത് ആവശ്യം വന്നപ്പോൾ, തിരിച്ചെടുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണം, തിരിച്ചു ചോദിക്കാം. അദ്ദേഹം ചോദിച്ചപ്പോൾ നമ്മളത് കൊടുക്കാതിരിക്കുന്നതാണോ ശരി, കൊടുക്കുന്നതാണോ ശരി? അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുക്കണം, കൊടുക്കാതിരിക്കാൻ പാടില്ല, അദ്ദേഹത്തിന്റെ ഹക്കാണ്. അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ മകൻ എന്ത് ചെയ്തിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്, താങ്കൾ എന്ത് ചെയ്യാ? എന്തെങ്കിലും പറയാൻ കാരണം, നമ്മൾക്ക് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ഇത് അള്ളാഹു സുബ്ഹാനഹു നമ്മൾക്ക് തരുന്നതാണ്, അള്ളാഹുവിന്റെ ഔദാര്യം. നമ്മുടെ എന്തെങ്കിലും മികവ് കൊണ്ടോ കഴിവ് കൊണ്ടൊന്നല്ല. അള്ളാഹു തന്നാൽ കിട്ടും, അത്രേ ഉള്ളൂ. അത് മക്കളെന്നല്ല, എന്തൊരു കാര്യം അങ്ങനത്തെ അള്ളാഹു സുബ്ഹാനഹു തന്നതാണ്. അവൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾക്ക് അത് കിട്ടുകയുള്ളൂ. അങ്ങനെ കിട്ടിയ ഒരു കാര്യം അള്ളാഹു തന്നതാണ്, അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ള കാര്യം. ഇത് അള്ളാഹു ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹു ഒരു കാര്യം തരുമ്പോൾ വെറുതെ തരികയില്ല, അതിന് അവധി നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ അവധി എത്തുമ്പോൾ ആ തന്ന അള്ളാഹു തന്നെ തിരിച്ചെടുക്കുന്നതിൽ അതിലെന്താ തെറ്റുള്ളത്? അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു തന്നത് അവന്റെ ഔദാര്യപ്രകാരമാണ്, നമുക്ക് എന്തെങ്കിലും അവകാശമുള്ളതോ അർഹതയുള്ളതുകൊണ്ടല്ല. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവന്റെ ഹിക്മത്ത് പ്രകാരം അവൻ തന്നെ അവന്റെ ഉദ്ദേശപ്രകാരം തിരിച്ചെടുക്കുന്നതിൽ എന്താണ് തെറ്റെന്നുള്ള ഒരു അടിസ്ഥാന ബോധം അദ്ദേഹത്തിന് മനസ്സിലുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, അവരങ്ങനെ ചോദിച്ചത്. പക്ഷേ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, ദേഷ്യം വന്നു. അബൂദർ റളിയല്ലാഹു അബൂദർ രാവിലെ ആയപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി അടുക്കലേക്ക് പോയി. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു എന്താ പറഞ്ഞത്? ബാറക്കല്ലാഹു ഫീ ഹാദിഹിൽ, നിങ്ങൾക്ക് ഈ രാത്രി അള്ളാഹു എന്ത് ചെയ്യട്ടെ, ബറക്കത്ത് ചെയ്യട്ടെ. എന്ന് വെച്ചാൽ ആ ഒരു രാത്രിയിലുള്ള ആ ദാമ്പത്യ ബന്ധത്തിലൂടെ അവർക്ക് കുട്ടി ഉണ്ടാവുകയും ആ കുട്ടി ഒരുപാട് കാലം ജീവിക്കുകയും അങ്ങനെ ഒരുപാട് ഹൈർ അതിലൂടെ ആ പ്രാർത്ഥനയിലൂടെ ഉണ്ടായി എന്നുള്ളതാണ്. ചുരുക്കത്തിൽ എന്താ പറയാ, വളരെയധികം എന്താ പറയാ ഈമാനികമായിട്ടും അല്ലെങ്കിൽ ആഖിറത്തിനെ സംബന്ധിച്ചുള്ള ബോധം കൊണ്ടാണെങ്കിൽ എല്ലാ തരത്തിലും അള്ളാഹു സുബ്ഹാനഹു ഖളാ ഖദറിലാണെങ്കിൽ എല്ലാ തരത്തിലും വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ആര്? ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. അബൂ ത്വൽഹയും അതുപോലെ തന്നെ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ബദറല്ലാത്ത ബാക്കി എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്ത വളരെ ശ്രേഷ്ഠനായ ഒരു സഹാബി തന്നെയാണ്. അപ്പൊ ഇങ്ങനൊരു കുടുംബത്തിലാണ് ആര് വരുന്നത്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വരുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നമ്മൾ ശ്രദ്ധിക്കണം, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരു ആളെ കൂടി പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടക്കാം. അത് ചുരുക്കി പറയാം. അദ്ദേഹത്തിന്റെ ഉപ്പയുടെ സഹോദരൻ അനസ് ഇബ്നു നബർ. ഇദ്ദേഹം അത്രയും വലിയ സ്ഥാനമുള്ള ഒരു വ്യക്തിത്വമാണ്. എത്രത്തോളം അനസ് ഇബ്നു മാലിക്കിന് ഈ പേരിടാൻ തന്നെ കാരണം ഈ വ്യക്തി കാരണം. ഇദ്ദേഹത്തെ പോലെ ആകണം എന്ന് പറഞ്ഞിട്ടാണ് ആർക്ക് പേരിടുന്നത്? സഹോദരന്റെ മകന് പേരിടുന്നത് എന്റെ മകൻ ഇദ്ദേഹത്തെ പോലെ ആവണം, എന്റെ ജ്യേഷ്ഠനെ പോലെ ആവണം. അത്രത്തോളം വലിയ സ്ഥാനമുള്ള മഹത് വ്യക്തിത്വമായിരുന്നു ആര്? അനസ് ഇബ്നു നബർ റളിയല്ലാഹു അൻഹു. ഈ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ഒരു സംഭവം മാത്രം, ഞാൻ അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാൻ വേണ്ടി മാത്രം.
അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു തർക്കമുണ്ടായി. എന്നുവെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്ത്രീ, എന്നുവെച്ചാൽ അനസ് ബിൻ നദറിന്റെ സഹോദരിയായ ഒരു സ്ത്രീ, എന്നുവെച്ചാൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മായി, ഉപ്പാന്റെ സഹോദരി. ഇവരുടെ എന്തോ ഒരു പ്രവർത്തനം കാരണം ഒരു സ്ത്രീയുടെ പല്ല് എന്ത് ചെയ്തു, പോയി. അടിച്ചിട്ടോ എന്തോ ഒരു പ്രവർത്തനം കാരണം പല്ല് കൊഴിഞ്ഞു പോയി. അടിച്ച് പല്ല് കൊഴിക്കാൻ അറിയില്ല, പല്ല് കൊഴിഞ്ഞു പോയി. ഇതിന് ഖിസാസ് ഉണ്ട് ദീനില്. പല്ല് പോയാൽ പല്ല് തന്നെ എടുക്കണം. പല്ലിന് പല്ലിനാണ്, കണ്ണിന് കണ്ണ്, ഓരോന്നിനും അതിൻ്റെതായ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ദീനില്. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഈ കാര്യം എത്തി. അപ്പൊ അവരെന്ത് ചെയ്തു, ഈ കുടുംബക്കാർക്ക് ഒന്നെങ്കിലും എന്ത് ചെയ്യാൻ, വിട്ടുകൊടുക്കാം, കുഴപ്പമില്ല, സാരമില്ല എന്ന് വിട്ടുകൊടുക്കാം. കുടുംബക്കാരെന്ത് ചെയ്തു, വിട്ടുകൊടുക്കുന്നില്ല. ആ പല്ല് പോയ വ്യക്തിയുടെ സ്ത്രീയുടെ കുടുംബക്കാർ വിട്ടുകൊടുക്കുന്നില്ല. അപ്പൊ ഇത് ഈ ഒരു കാര്യം നബി സല്ലല്ലാഹു അടുക്കലേക്ക് എത്തിയ നബി സല്ലല്ലാഹു എന്ത് ചെയ്തു, ഈ അതായത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മായിയുടെ പല്ല് എന്ത് ചെയ്യണം, തിരിച്ച് അതുപോലെ എടുക്കണം. ഖിസാസാണ് ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ വിധി എന്ന് അനസ് ബിൻ നദറിനോട്, അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ സഹോദരനോട് പറഞ്ഞപ്പോൾ അനസ് ബിൻ നദർ പറഞ്ഞെന്താ, അള്ളാഹുവാണ് സത്യം, എന്ത് ചെയ്യില്ല, ശ്രദ്ധിക്കണേ, അദ്ദേഹം പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം, അള്ളാഹുവാണ് സത്യം, ഇവളുടെ എന്ത് ചെയ്യില്ല, പല്ല് ഒരിക്കലും തകർക്കപ്പെടുകയില്ല. അള്ളാഹുവാണ് സത്യം, ഇവളുടെ എന്താ വെച്ചാൽ എന്റെ സഹോദരിയുടെ പല്ല് എന്ത് ചെയ്യില്ല, തകർക്കപ്പെടുകയില്ല. അദ്ദേഹം വിശ്വാസം പറയുന്നുണ്ട്, അനസ ഇത് അള്ളാഹുവിന്റെ കിതാബിലുള്ള നിയമമാണ്. ഖിസാസ് എന്നുള്ളത് അള്ളാഹുവിന്റെ കിതാബിലുള്ള നിയമമാണെന്ന് പറയുമ്പോൾ ഇദ്ദേഹം വീണ്ടും അതന്നെ ആവർത്തിച്ചു പറയും. അദ്ദേഹം ഒരിക്കലും വിശ്വാസന കൽപ്പനയ്ക്ക് എതിരാകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൽ തൃപ്തി ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു എതിർക്കാൻ വേണ്ടി വിമർശിക്കും. പക്ഷെ അദ്ദേഹം ഹുസ്നം പറഞ്ഞു വയ്ക്കാം റബ്ബില്. റബ്ബ് ഒരിക്കലും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാക്കൂല, റബ്ബ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ പറയണം. എന്തുണ്ടായത്, ആ ഖിസാസിന് സമയമാകുമ്പോഴേക്കും അവർക്ക് എന്ത് ചെയ്തു, ആ കുടുംബക്കാർക്ക്, പല്ലുപോയ സ്ത്രീയുടെ കുടുംബക്കാർക്ക് മനംമാറ്റം ഉണ്ടാവുകയും അവർ അത് തെറ്റെന്ത് ചെയ്യണം, പുറത്തു കൊടുക്കുകയും ചെയ്യാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ, ഇന്ന മിൻ ഇബാദില്ലാഹി, അള്ളാഹുവിന്റെ അടിമകളിൽ ചില ആളുകളുണ്ട്, അള്ളാഹുവിന്റെ അടിമകളിൽ ചില ആളുകളുണ്ട്. അവർ പ്രത്യേകത എന്താ, ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അവർ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യം അള്ളാഹു നടപ്പിലാക്കാതിരിക്കുകയില്ല. അള്ളാഹുവിന്റെ പേരിൽ അവരൊരു കാര്യം, ചില ആൾക്കാർ പ്രത്യേകത ശ്രേഷ്ഠതയായിട്ട് പറയാം, അള്ളാഹുവിന്റെ അടുക്കൽ അത്രയും ശ്രേഷ്ഠതയുള്ള മഹത്തുക്കളായ ആളുകളായതുകൊണ്ടാണ് അവരുടെ പ്രത്യേകതയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അവർ അള്ളാഹുവിന്റെ പേരിൽ ഒരു കാര്യം സത്യം ചെയ്ത് പറഞ്ഞാൽ അള്ളാഹു ആ കാര്യം നടത്തി കൊടുക്കാതിരിക്കുകയില്ല എന്ന് പറയും. അതാരെ പറ്റിയാണ് പറയുന്നത്, അനസ് ബിൻ നദർ, എന്നുവെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഉപ്പാന്റെ സഹോദരനായ അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് പറയും. അത്ര ശ്രേഷ്ഠനായ വ്യക്തിയാണ്. ഒരു കാര്യം കൂടി പറയാം ഇദ്ദേഹത്തെ പറ്റി, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് അങ്ങനെ ഒരു അത്രയും മഹത്തരമായ ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇദ്ദേഹത്തെ പറ്റി ഹദീസുകൾ വന്നിട്ടുള്ളത്, ഇദ്ദേഹം ബദറിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അത്രയും ശ്രേഷ്ഠനായ വ്യക്തിത്വമൊക്കെ ആയിട്ടും ബദറിൽ എന്തോ ഒരു കാരണത്താൽ അദ്ദേഹത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു, ഇനി ഇങ്ങനൊരു സാഹചര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ റഹ്മത്തുള്ളാഹി ഇങ്ങനെ ശത്രുക്കളെ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ഞാൻ എന്ത് ചെയ്യും, ചെയ്ത് കാണിക്കുന്ന അദ്ദേഹം മനസ്സിൽ തീരുമാനിക്കും. അങ്ങനെ ഉഹുദിന്റെ സമയം വരും. ഉഹുദിന്റെ സമയം വരുമ്പോൾ എന്താ പറയാ, മറ്റാരെക്കാളൊക്കെ ഉഹുദിൽ എന്ത് ചെയ്യണം, ശത്രുക്കളുടെ ഇടയിലേക്ക് വളരെ വേഗത്തിൽ മുന്നിട്ട് ചെല്ലണ ആര്, അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു. അപ്പൊ ചില സന്ദർഭത്തിൽ വളരെ വീരശാലികളായ അൻസാരികൾ നേതാക്കന്മാരെ പലരും, സഅദ് ബിൻ മുആദൊക്കെ അൻസാരികൾ നേതാവാണ്. ഇദ്ദേഹത്തിന്റെ ഇത് കണ്ടിട്ട്, ധൈര്യം കണ്ടിട്ട് എങ്ങോട്ടാണിത്, യുദ്ധത്തിന് ഇങ്ങനെ കയറിപ്പോവാണ്, ശത്രുക്കളൊന്നും പരിഗണിക്കാതെ വളരെ എന്താ പറയാ വേഗത്തിൽ ആവശ്യത്തിനോട് കയറിപ്പോവാണ്. അതിൻ്റെതായ നിയമങ്ങളുണ്ട്, അത് വേറെ വിഷയം. അതൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ എല്ലാവരെക്കാളും മുൻപിൽ ആര് കയറിപ്പോവാണ്, അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു കയറിപ്പോവാണ്. അപ്പൊ ഇദ്ദേഹം ചോദിക്കും എങ്ങോട്ടാണ്, ഇങ്ങനെ മുൻപോട്ട് കയറിപ്പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിക്കും സഅദ് ബിൻ മുആദ്. അദ്ദേഹം പറഞ്ഞ്, ഇന്നി ലഅജിദു റീഹഹാ ദൂന ഉഹദ്, ഇന്നി ലഅജിദു റീഹഹാ ദൂന ഉഹദ്, എനിക്ക് ഉഹദിന്റെ അടുത്ത് വെച്ചിട്ട് എനിക്കതിന്റെ മണം കിട്ടുന്നുണ്ട്. എന്തിന്റെ മണം, സ്വർഗത്തിന്റെ മണം.
ഉഹുദിന്റെ ആ ഭാഗത്ത്, ഉഹുദിലേക്ക് പോകണം, അങ്ങോട്ടാണല്ലോ കുതിക്കുന്നത്, മുന്നോട്ട് പോകുന്നത്. ആ ഭാഗത്ത് എനിക്ക് സ്വർഗത്തിന് മണം കിട്ടുന്നുണ്ടെന്ന് പറയാം. അത് അള്ളാഹു കറാമത്ത് എന്നൊക്കെ പറയില്ലേ, അതാണ്. നമ്മളിപ്പോ ഉദാഹരണത്തിന് യാക്കൂബ് അലൈഹി സ്വലാം യൂസുഫ് അലൈഹി സ്വലാം കുപ്പായം കൊടുത്തു വിടുമ്പോൾ അദ്ദേഹം എന്താ പറയുക, ഇന്നീല അജിദുരീഹ യൂസുഫ്, എനിക്ക് യൂസുഫിന് മണം കിട്ടുന്നുണ്ട്. അത്രയും ദൂരത്തുള്ള ഒരാളുടെ മണം അങ്ങനെ കിട്ടുക, അള്ളാഹു അത് എത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെയും എനിക്ക് സ്വർഗത്തിന്റെ മണം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഉഹദിന്റെ അവിടേക്ക് എന്നുവെച്ചാൽ അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് മണം എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് കൂടുതൽ കിട്ടുന്നുണ്ട് പറയാം. ആദ്യത്തെ ശരീരത്തിൽ ആദ്യത്തെ രക്തം തുളുമ്പുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഫുസ്തു റബ്ബിൽ കാബ, കാബയുടെ റബ്ബാണേ ഞാൻ വിജയിച്ചു. പക്ഷെ രക്തം ശരീരത്തിൽ നിന്ന് പൊട്ടി ഒലിക്കുകയാണ്. ഒന്നാമത്തെ പൊട്ടി ഒലിക്കൽ അദ്ദേഹം പറഞ്ഞു ഫുസ്തു റബ്ബിൽ കാബ, കാബയുടെ റബ്ബാണേ, അവനാണേ സത്യം, ഞാൻ വിജയിച്ചിരിക്കുന്നു പറയാം. അദ്ദേഹത്തിന് മൃതശരീരം കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയോ, ശരീരത്തിൽ 80-ലധികം കുത്തുകളും വെട്ടുകളുണ്ട് ഒരൊറ്റ ശരീരത്തിൽ. അദ്ദേഹത്തിന്റെ സഹോദരി, ഇപ്പൊ പല്ല് പൊളിച്ചു എന്ന് പറഞ്ഞ സഹോദരി, ആ സഹോദരി ഈ സഹോദരനെ തിരിച്ചറിയുന്നത് വിരലിന്റെ അറ്റം കണ്ടിട്ടാണ്. വേറൊന്നും വേറൊന്നുമില്ല. തിരിച്ചറിയപ്പെടാൻ ഈ വിരലിന്റെ അറ്റങ്ങളല്ലാതെ, വിരലറ്റത്ത് എന്തോ ഒരു പാട് എന്തോ, അത് സഹോദരിമാർക്ക് അത്ര അടുത്ത് ബന്ധമുള്ളത് കൊണ്ട് ആ ഒരു പാട് മാത്രമാണ് അദ്ദേഹം ബാക്കി എല്ലാവിടെയും ഒന്നുകിൽ വാളിന്റെ വെട്ട്, അല്ലെങ്കിൽ കുന്തത്തിന്റെ കുത്ത്, അല്ലെങ്കിൽ അമ്പ് തുളച്ചത്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് 80-ലധികം പാടുകൾ, മുറിവുകൾ ഉണ്ടായിരുന്നു. തിരിച്ചറിയാൻ ഇത് മാത്രം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു കുടുംബമായിരുന്നു ആരുടേത്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. നമ്മൾ മലയാളത്തിൽ പറയുന്നത് പുലിക്ക് ജനിച്ചത് പൂച്ചക്കുട്ടിയാവില്ലല്ലോ എന്ന് പറയാറുണ്ട്. അതുപോലെ വളരെ ഇത്രയും ശ്രേഷ്ഠമായ ഒരു കുടുംബത്തിൽ നിന്നാണ് ആര് വരുന്നത്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നമ്മൾ പറഞ്ഞതുപോലെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പേ, അല്ലേ? ഉമ്മു സലീം റളിയല്ലാഹു അൻഹു ചെറുപ്പം മുതലേ മക്കൾക്ക് അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ അതൊക്കെ പറഞ്ഞു കൊടുത്ത്, ആ ഒരു കാര്യം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചെറുപ്പത്തിൽ നമ്മൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന വിഷയങ്ങൾ, സുഹരി റഹിമഹുല്ലാഹ് പറയാറുണ്ട്, എന്താ, അൽ ഇൽമു ഫി സിഗരി കന്നഖ്ശി ഫിൽ ഹജർ. ചെറുപ്പത്തിലുള്ള അറിവ് എന്നുള്ളത് അത് കല്ലിൽ കൊത്തിവെക്കേണ്ട പോലെ, കല്ലിൽ കൊത്തിവെക്കുക. അത് ചെറുപ്പത്തിൽ വളരെ നല്ല തർബിയത്ത് മക്കൾക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് മാതാപിതാക്കളുടെ കടമയാണ്. റബ്ബ് ചോദ്യം ചെയ്യും. നമ്മൾ ചെറിയ കുട്ടികളല്ലേ, അവന് ഇത്രയല്ലേ വയസ്സായിട്ടുള്ളൂ, ഇത്ര ചെറിയ കുട്ടിയല്ലേ, ഇങ്ങനത്തെ ഡ്രസ് കഴിച്ച് എന്താ കുഴപ്പം? ചെറിയ പെൺകുട്ടികൾക്കൊക്കെ വളരെ എന്താ പറയാ, വളരെ വൃത്തികെട്ട സ്ത്രീകളുടെ അവർ ധരിക്കുന്ന പോലത്തെ ഫാഷന്റെ പോലത്തെ ഡ്രസ്സുകളൊക്കെ നമ്മുടെ പെൺമക്കൾക്കൊക്കെ അത് ചെറിയ കുട്ടിയല്ലേ, ഇത്ര വയസ്സിലായി എന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ എന്താണോ ശീലിപ്പിക്കുന്നത് അതിലായിരിക്കും എന്ത് ചെയ്യുക മക്കൾ വലുതായി തീരാം. ചെറുപ്പത്തിൽ എങ്ങനെയാണോ നമ്മൾ അത് മനസ്സിലാക്കി എന്ത് മാത്രം ആലോചിച്ചാൽ മതി എന്നറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന വിഷയത്തിൽ 7 വയസ്സാകുമ്പോൾ കൽപ്പിക്കാൻ പറഞ്ഞു. 10 വയസ്സായിട്ടും നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കാൻ പറഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കണം, 10 വയസ്സാകുമ്പോൾ ഒരു കുട്ടി പ്രായപൂർത്തി എത്തണം നിർബന്ധമില്ല. ശ്രദ്ധിക്കണേ, 10 വയസ്സാകുമ്പോൾ ഒരു കുട്ടി, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, പ്രായപൂർത്തി എത്തണം യാതൊരു നിർബന്ധമില്ല. പ്രായപൂർത്തി എത്തിയാലേ അവൻ നിസ്കരിക്കാതിരുന്നുള്ള കുറ്റം കിട്ടുള്ളൂ. പക്ഷെ 10 വയസ്സായാൽ അടിക്കാൻ പറഞ്ഞു. നിസ്കാരത്തിലെ കാര്യത്തിൽ അലംഭാവം കാണിക്കുന്നത് എന്താണ്? 10 വയസ്സായാൽ അടിക്കാൻ പറഞ്ഞത് എന്തിനാ? ശിക്ഷ കിട്ടുന്നുള്ളതുകൊണ്ടാണോ? അല്ല. ഇവൻ 10 വയസ്സായിട്ടും ആ കാര്യത്തിൽ സൂക്ഷ്മത കാണിച്ച് ശീലമാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ വലുതായിട്ട് അവനെ ശീലമാക്കി എടുക്കാനുള്ള പ്രയാസമാകും. അവൻ നിസ്കരിക്കാത്തവനാകും, നരകത്തിലേക്കും പോകും. നിസ്കാരം പാടെ ഉപേക്ഷിച്ചാൽ എന്താ വിധി? അത് കുഫ്റാണ്. അൽഹദുല്ലദീ ബൈനനാ വബൈനഹും അസ്സല, നമുക്കും അവർക്കിടയിലുള്ള വ്യത്യാസം എന്നുള്ളത് നിസ്കാരമാണ്. അവൻ തറക്കഹ ഫഖദ് കഫറ, ആരാണത് ഒഴിവാക്കിയത് അവൻ കുഫ്ർ ചെയ്തു എന്ന് വിശ്വാസം പഠിപ്പിച്ചതുകൊണ്ടാണ്. അപ്പോ എന്തിലായിട്ടാണ് നമ്മുടെ മക്കൾ വളരേണ്ടത്, വലുതായി തീരേണ്ടത്, ആ രൂപത്തിൽ തന്നെ മക്കൾ എന്ത് ചെറുപ്പം മുതൽ വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഇവിടെ അങ്ങനെ തന്നെ ഉമ്മു സലീം റളിയല്ലാഹു അൻഹ അദ്ദേഹത്തെ എന്ത് ചെയ്യണം, ചെറുപ്പം മുതലേ
ഈ ഈമാനികമായിട്ടുള്ള കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ഗുണഗണങ്ങളും അദ്ദേഹത്തിന്റെ സൽഗുണങ്ങളും അദ്ദേഹത്തിന്റെ ഓരോ വിശേഷണങ്ങളും ഇതൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു നമ്മുടെ ഈ അനസ് ബിൻ മാലിക് എന്ന കൊച്ചു കുട്ടിയുടെ ഹൃദയത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം എന്ത് ചെയ്യണം, വളർത്തി കൊടുക്കണം. ഇത് നമ്മൾക്കും ബാധ്യതയാണ്. നമ്മളിങ്ങനെ പണ്ടെപ്പോഴോ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന, ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കും തെളിയിക്കാൻ പറ്റാത്ത ഏതൊക്കെയോ കഥകളും, അവിടുത്തെ ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു, ആ രാജാവിന് ഇത്ര മക്കളുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ അത് പറഞ്ഞു കൊടുക്കണ്ടെന്നല്ല, പക്ഷെ നമുക്കതിന് നമ്മൾ നിർബന്ധമായിട്ടുള്ള ബാധ്യതകൾ പാലിച്ചതിന് ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളൊക്കെ കിടക്കേണ്ടത്. നമുക്ക് നിർബന്ധമായിട്ട് നമ്മുടെ മക്കളിൽ വളർത്തിയെടുക്കേണ്ട കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടം എന്നുള്ളത്, അള്ളാഹുവിനോടുള്ള ഇഷ്ടം എന്നുള്ളത്. അത് വളർത്തിയെടുക്കാൻ നമ്മൾക്ക് എന്തൊക്കെ വഴികൾ സ്വീകരിക്കാൻ പറ്റും ആ വഴികളൊക്കെ സ്വീകരിക്കണം. അത് ചെറിയ കുട്ടികളാകുമ്പോൾ അവർക്ക് യോജിക്കുന്ന രൂപത്തിൽ കഥകളായിട്ടോ ഏതെങ്കിലും രൂപത്തിൽ. താബീങ്ങൾ പറയാറുണ്ട്, ഞങ്ങളുടെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നവർ എന്ത് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്, അബൂബക്കറിനോട് ഉമറിനോട് ഇഷ്ടം പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം. ഏറ്റവും അധികം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമേ നിരുപാധികമായിട്ട് ഇഷ്ടപ്പെടാൻ പാടുള്ളൂ, അള്ളാഹു ഇഷ്ടപ്പെടാൻ പഠിപ്പിച്ചെന്നേരെ നമ്മൾ ബാക്കിയുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ നമ്മൾ മക്കൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. ചെറിയ കുട്ടിയിലെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാതിരിക്കുന്ന അലംഭാവം കാണിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് വലിയൊരു ഹദീസില്ലേ, പ്രശസ്തമായ ഹദീസ്, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, ആ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇബ്നു അബ്ബാസ് എത്ര പ്രായമുണ്ട്? ചെറിയ പ്രായം. ചെറിയ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാം, ആ വിഷയത്തിൽ അലംഭാവം കാണിക്കരുത്. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത് അദ്ദേഹം എന്തായി, ഈമാനികമായി സജ്ജമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പേ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ വേണ്ടി നമ്മൾക്ക് എത്ര ആൾക്കാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ കാണണമെന്നുള്ള താല്പര്യം നമ്മുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് വരുന്നുണ്ട്. അത് വരുന്നില്ലെങ്കിൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ശരിക്കും അറിയാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അള്ളാഹു ആണ് സത്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഒരാൾ ശരിക്ക് അറിയേണ്ട പോലെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണമെന്ന ആഗ്രഹം വരാതിരിക്കൂല. ഉറപ്പാണ്, ഒരിക്കലും വരാതിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അറിയേണ്ടതുപോലെ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനുള്ള ആ ആഗ്രഹം ഒരിക്കലും വരാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പറഞ്ഞിട്ട് ചില ആളുകൾ വരും എൻ്റെ കാലശേഷം, അവർക്ക് അവരുടെ കയ്യിലുള്ള എല്ലാം കൊടുത്തിട്ട് എന്നെ എങ്ങനെയെങ്കിലും കാണണം എന്നുള്ള ആഗ്രഹം അവർക്ക് ഉണ്ടാവുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളെ പറ്റി പറയാം. ആ ആഗ്രഹം നമുക്ക് നമ്മുടെ മനസ്സിൽ വരാൻ, ഈ ഒരു ആഗ്രഹം ആർക്കുണ്ടായിരുന്നു? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഈ ആഗ്രഹത്തോടു കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് വരും, നാളെ എന്ന് വെച്ചാൽ നമുക്ക് അറിയാലോ ഹിജറയ്ക്ക് വരുന്ന അവസരങ്ങൾ പെട്ടെന്നൊരു ദിവസം ഒറ്റയടിക്ക് വന്നതല്ല. വരുന്നുള്ള വാർത്ത കിട്ടി, മക്കയിൽ നിന്ന് പുറപ്പെട്ടുള്ള വാർത്ത കിട്ടി, പക്ഷെ ഇവിടെ എത്തിയിട്ടില്ല. ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യണം. ഓരോ ദിവസവും ഇവർക്ക് വരാൻ സാധ്യത സമയങ്ങളിൽ ഇവർ പോയി അവിടെ പോയി നിൽക്കും, ദൂര സ്ഥലത്ത്, ഈ മരങ്ങളും കെട്ടിടങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഇവർ പോയി നിൽക്കും, ദൂരെ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കി. കൂടുതലും കുട്ടികളായിരിക്കും. ഈ കുട്ടികളുടെ കൂട്ടത്തിൽ ആരുണ്ട്? അനസ് ബിൻ മാലിക് എപ്പോഴും വരാ ദിവസവും വരും, കുറേ ദിവസങ്ങളായിട്ട്. പക്ഷെ ഇവര് വന്നിട്ട് കാണാതായതുകൊണ്ട് ഇവർക്ക് യാതൊരു മടുപ്പില്ല. കാരണം ഇവര് കാത്തിരിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കാത്തിരുന്ന അവസാനം എന്ത് ചെയ്തു? ആ ദിവസം വന്നപ്പോ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മദീനത്തെ ആളുകൾ ഇത്രയധികം സന്തോഷിച്ച ഒരു ദിവസം മദീനയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. മദീനയുടെ ചരിത്രത്തിൽ മദീനക്കാർ ഒന്നടങ്കം ഇത്രയധികം സന്തോഷിച്ച, മദീന പ്രകാശപൂരിതമായ ഒരു ദിവസം ഇതിനേക്കാൾ വേറൊരു ദിവസം ഉണ്ടായിട്ടില്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്. എല്ലാവർക്കും എന്താ പറയുക, നമ്മുടെ നാട്ടിൽ പെരുന്നാൾ എന്ന് പറയുന്നത് അന്നൊരു ആഘോഷമായിരുന്നു അവർക്ക്. അങ്ങനെ ആ സന്തോഷത്തോടുകൂടി വരവേറ്റിട്ട് അതെല്ലാവർക്കും മദീനക്കാർക്ക് മൊത്തത്തിലുള്ള സന്തോഷമാണ്, അല്ലെങ്കിൽ മുഹാജിറുകൾക്ക് വിശ്വാസികൾക്ക് മൊത്തത്തിലുള്ള സന്തോഷമാണ്. പക്ഷേ ശ്രദ്ധിക്കണം, ഈ വന്ന് കഴിഞ്ഞ ആ തുടക്ക സമയത്ത് തന്നെ, തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹുവും അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഭാര്യ ഭർത്താവും രണ്ടുപേരും കൂടി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് ചെല്ലാം. അപ്പം 10 വയസ്സാണ് അദ്ദേഹത്തിന് പ്രായം. ഇവർക്ക് രണ്ടുപേർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകനാണ്.
അബൂ ത്വൽഹയ്ക്ക് സ്വന്തം ചോരയിൽ പിറന്ന മകനല്ലെങ്കിൽ പോലും ശരിക്കും മകനേക്കാൾ അടുപ്പമുള്ള ഒരവസ്ഥയിലായിരുന്നു ആരുണ്ടായിരുന്നത്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഉമ്മു സുലൈമാണ് സ്വന്തം മകനാണ്, മക്കളിൽ ഏറ്റവും വളരെയധികം ഇഷ്ടമുള്ള ഒരു മകനൊക്കെ ആയിരുന്നു. ഇദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കൊണ്ടുചെന്ന് ഏൽപ്പിക്കാം. ഹാദാ ഖാദിമുക, ഇത് നിങ്ങൾക്ക് വേണ്ടി ഖാദിമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവരതിനു വേണ്ടി ആ ഒരു കുട്ടിയെ മാറ്റി വെക്കുക. അവർക്ക് ആ കുട്ടിനെ കാണാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള മറ്റ് താല്പര്യങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ അത് ആ കുട്ടിയെ കൊണ്ട് നടത്താനില്ലാഞ്ഞിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ അവരുടെ കൺമുന്നിൽ എപ്പോഴും കാണണമെന്നുള്ള ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ദീനിനു വേണ്ടി എന്ത് ചെയ്യണം? മക്കളെ മാറ്റി നിർത്താൻ. ദീനിനു വേണ്ടി മക്കളെ മാറ്റി നിർത്താൻ. നമുക്കറിയാം അത് വളരെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാ. ഒരു ഉപ്പാക്കും ഉമ്മാക്കും എപ്പോഴും കാണാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരുടെ മക്കൾ. അവരെ എത്രയോ ദൂരെ അല്ലെങ്കിൽ ഒരുപാട് ദൂരെ ഇല്ലെങ്കിലും എപ്പോഴും അടുത്ത് കിട്ടാത്ത, നമ്മുടെ സൗകര്യത്തിന് എപ്പോഴും വിളിച്ചാൽ ഓടി വരാൻ പറ്റാത്തൊരു സ്ഥലത്ത് അവരൊക്കെ അവിടെ കൊണ്ടുചെന്ന് ആക്കുക എന്ന് പറയുന്നത് വലിയൊരു സേവനം തന്നെയാണ്, വലിയൊരു ത്യാഗം തന്നെയാണ്. പല ദീനീ സ്ഥാപനങ്ങളിലും മക്കളെ കൊണ്ടുചെന്ന് ആക്കാൻ, പഠിപ്പിക്കാൻ കൊണ്ടുചെന്ന് നിർത്തുന്ന പറയുന്നത് പല മക്കളുടെ ധാരണ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും എന്നോട് വലിയ ഇഷ്ടമൊന്നുമില്ല, അതുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് ആക്കുക. അവരുടെ ഉള്ളിൽ ഒരു കനലാണ്, സങ്കടം, അവർ കടിച്ചമർത്തുകയാണ്. മക്കളുടെ മുന്നിൽ അത് കാണിക്കൂല. കാണിച്ചതിനെ മക്കൾക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. മക്കളുടെ മുന്നിൽ ഇവർ വളരെ സ്ട്രോങ് ആയിട്ട് ഞങ്ങൾക്കിത് യാതൊരു പ്രശ്നമില്ല എന്നൊക്കെ കാണിച്ചിട്ട് എന്ത് ചെയ്യും? മാതാപിതാക്കൾ നിൽക്കും. പക്ഷെ അവർ മക്കളുടെ മുഖത്തുനിന്ന് അവർ മാറിക്കഴിഞ്ഞാൽ അവരുടെ സങ്കടം അവരെന്ത് ചെയ്യും? പ്രകടാവുകയും ചെയ്യും. അത് വലിയ ത്യാഗമാണ്. ഇവിടെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കിട്ടിയ ഉസ്താദ് ഏറ്റവും ഉത്തമനായ ഉസ്താദ്. അതിനേക്കാൾ വലിയൊരു ഉസ്താദ് ലോകത്തില്ല, ചരിത്രത്തിൽ തന്നെ ഇല്ല. അങ്ങനത്തെ ഒരു ഉസ്താദ്, അല്ലെങ്കിൽ അത്രയും അങ്ങനത്തെ ഒരു ശ്രേഷ്ഠനായ ഒരു വ്യക്തിയെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ശ്രേഷ്ഠത ആ ഉസ്താദിന് മാത്രം കിട്ടിയാൽ മതി, പോരാ. അത് എൻ്റെ കുടുംബത്തിലും അതുപോലത്തെ ഒരാൾ വേണം എന്നൊരു വാശി നമുക്ക് വേണം. ആ ഉസ്താദ് എത്ര ഇൽമുണ്ട്, അത് ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഇത്ര നല്ല സ്വഭാവമാണ്, പെരുമാറ്റമാണ്, ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇതുപോലെ എങ്ങനെ ആവുക, അല്ലെങ്കിൽ നമുക്കെങ്ങനെ ആവാൻ പറ്റുക എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം പ്രാക്ടിക്കലായിട്ടുള്ളൊരു വഴിയാണെന്ത്? നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്യുക? അയാളുടെ അടുക്കലേക്ക് പഠിക്കാൻ അയക്കുക. അങ്ങനെ നല്ല സ്വഭാവവും പെരുമാറ്റവും ദീനും അതുപോലെ തന്നെ ഇൽമൊക്കെയുള്ള ഒരാളാണെങ്കിൽ അതേപോലെ ആ കുട്ടിയായി മാറും. എളുപ്പമാണ്. പക്ഷെ നമ്മുടെ കുട്ടി ആ ഒരു പണ്ഡിതനെ പോലെ ആകണം, അല്ലെങ്കിൽ ഇന്ന ആളെ പോലെ ആകണം നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ എളുപ്പ വഴിയാണ് എന്ത്? നമ്മുടെ കുട്ടിയെ ആ പണ്ഡിതനെ അടുത്ത് കൊണ്ട് ചെന്നാക്കുക. എളുപ്പമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്കിങ്ങനെ അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ അതുപോലെ ആവാൻ സാധിക്കുക, അല്ലെങ്കിൽ അത്രയും വലിയ പണ്ഡിതനെ പോലെ, ഇങ്ങനൊന്നും ചിന്തിക്കണ്ട. സിമ്പിളായിട്ടുള്ള വഴിയാണ് എന്ത്? അദ്ദേഹത്തിൻ്റെ അടുക്കൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ എന്ത് ചെയ്യുക? ഈ നമ്മുടെ കുട്ടിയെ ചെന്ന് കൊണ്ടാക്കുക. വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ്, വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെ. അവർക്ക് ആ വിഷമമുണ്ടായിരുന്നു. പക്ഷെ ദീനിന്റെ പേരിൽ ദീനിനു വേണ്ടി അവരെന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. അവരോട് ആരോടെങ്കിലും എനിക്കൊരു ഖാദിമിന് വേണമെന്ന് ആരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോടൊന്നും ചോദിക്കാറില്ല ഒരു കാര്യം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങോട്ട് ഇവർ ചെന്ന് എന്ത് ചെയ്യണം? ഞങ്ങളുടെ മകനാണ്, അങ്ങക്ക് ഖാദിമായിട്ട് നിശ്ചയിച്ചു തരാൻ ഞങ്ങൾ ഉദ്ദേശിച്ചതാണ്, താങ്കൾ ഞങ്ങളൊന്ന് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? കൊടുക്കണം, ഏൽപ്പിക്കാം. അങ്ങനെ പിന്നെ അദ്ദേഹം എന്തായി? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലായി ഖാദിമായിട്ട്. അന്ന് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന ഒരു 10 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മകനെ പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഹദീസിൽ കാണാം, യാ ബുനൈ, പൊന്നുമോനെ. പക്ഷെ സ്വന്തം മക്കളെ വിളിക്കുന്ന പോലെ തന്നെ ആരും വിളിക്കാറുള്ളൂ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിളിക്കാറുള്ളൂ. ഒരുപാട് ഹദീസുകൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമായി നിന്നതുകൊണ്ട് എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഇത്രയധികം എന്ത് ചെയ്തത്?
ഹദീസുകൾ ഇത്രയധികം മനഃപ്പാടമുള്ളതും അത് നമ്മൾക്ക് പഠിപ്പിച്ചെന്നതൊക്കെ 10 വർഷക്കാലം നബി കൂടെ തന്നെ. ആലോചിച്ച് നോക്കിയാൽ എത്ര വലിയ സൗഭാഗ്യമാണെന്നുള്ളത്. നമ്മളിപ്പോൾ ഇന്ന് പല ആളുകളും പല പണ്ഡിതന്മാരെടുക്കലും ഇന്ന ശേഖന്റെ അടുത്ത് പോയി പഠിക്കണം. നമുക്ക് പലപ്പോഴും കാണാൻ കിട്ടുന്ന തന്നെ വലിയ റാഹത്താണ്. അവിടെ അടുത്ത് ഇടപഴകാനും ചില പണ്ഡിതന്മാരെ അടുത്തേക്കൊന്നും പോകാനേ പറ്റില്ല. കാരണം ചുറ്റും തുല്ലാബുകളും മറ്റു ആൾക്കാരൊക്കെ ആയിട്ട് നമുക്ക് നേരിട്ട് എന്തെങ്കിലും സംസാരിക്കാനൊന്നും കഴിയില്ല. ദർസിൽ എന്തെങ്കിലും എഴുതി കൊടുത്ത് ചോദ്യങ്ങൾ എഴുതി കൊടുത്ത് സംശയം തീർക്കാൻ പറ്റുന്നല്ലാതെ നമുക്ക് നേരിട്ട് പോയി എന്തെങ്കിലും സംസാരിക്കാനൊന്നും കഴിയില്ല. അവര് ദർസ് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ചുറ്റും എന്തുണ്ടാവും, ആൾക്കാരുണ്ട്. ഇതേപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു അവസ്ഥയായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശത്രുക്കൾ പോലും സമ്മതിക്കുന്ന കാര്യമാണ് എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ഇവിടെ ഹാജരായി. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരാൾ ഇങ്ങനെ നടന്ന് ഇവിടെ വന്നിരുന്നു, ഒരാൾ ഇങ്ങനെയല്ല. ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമെന്ന് പറയുമ്പോൾ ചുറ്റും എന്തുണ്ടാവും, ഒരു 7-8 ആൾക്കാരുണ്ടാവും ഏകദേശം. വലത്തും ഇടത്തും മുന്നിലും പിന്നിലൊക്കെ ആയിട്ട് 7 ആളുകൾ ഒപ്പം എപ്പോഴും ഉണ്ടാവും. മാറി മാറി, എപ്പോഴും ഒരേ ആൾക്കാരാണെന്ന് തന്നെ ഇല്ല, മാറി മാറി പല ആൾക്കാരുണ്ടാവും, എപ്പോഴും ഉണ്ടാവും. ഇങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒറ്റയ്ക്ക് കിട്ടുന്ന സന്ദർഭങ്ങളാണ് എന്ത്, വീട്ടിലായിരിക്കുമ്പോൾ. വീട്ടിലാകുമ്പോൾ മക്കളുണ്ടാവും, മറ്റു ബന്ധുക്കളൊക്കെ ഉണ്ടാവും. എന്നാലും ഹാദിമുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അടുത്തിടപഴകാൻ ഒരുപാട് സാഹചര്യങ്ങൾ കിട്ടും. അങ്ങനെ ഒരുപാട് അടുത്തിടപഴകാൻ സാഹചര്യം കിട്ടുന്ന ആ ഒരു വലിയ ഭാഗ്യം ആർക്ക് ലഭിച്ചിട്ടുണ്ട്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ലഭിച്ചിട്ടുണ്ട്. വലിയൊരു ഭാഗ്യമാണ്. നമുക്കൊരിക്കലും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന, നമുക്കൊരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു ഭാഗ്യം. ഇതുകൊണ്ടാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് എന്ത് പറയാറുള്ളത്? ഖാദിമു റസൂലില്ല എന്ന് പറയാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ, വളരെ ചുരുക്കം 1-2 കാര്യങ്ങൾ പറയാം, പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറയാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നമ്മൾ പറഞ്ഞു 10 വർഷക്കാലം ഹാദിമായിട്ടുണ്ട്. മദീനത്ത് വന്ന വർഷം മുതൽ മരിക്കുന്നത് വരേക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് വരേക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 10 വർഷക്കാലത്തിനിടയിൽ അനസ് ബിൻ മാലിക് പറഞ്ഞ് ശ്രദ്ധിക്കണേ, അദ്ദേഹം പറയണേ, ഈ 10 വർഷക്കാലത്തിനിടയിൽ ഞാനൊരു കാര്യം ചെയ്തത് എന്തിനാ നീ അത് ചെയ്തത് എന്നോട് ചോദിച്ചിട്ടില്ല. ഞാൻ ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നീ എന്തത് ചെയ്യാതിരുന്നു എന്നോട് ചോദിച്ചിട്ട്. ശ്രദ്ധിക്കണം, മക്കളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളിപ്പോഴും ഇങ്ങനെ മസിൽ പിടിച്ച് അടിച്ചും ചീത്ത പറഞ്ഞും അങ്ങനെ മാത്രം നമുക്കൊരിക്കലും നമ്മുടെ മക്കളെ നേരാക്കിയെടുക്കാൻ കഴിയൂല. ഇത് നമ്മൾ മീൻ നന്നാക്കുന്ന പോലെ നമ്മുടെ ബലം പ്രയോഗിച്ച് നന്നാക്കിയെടുക്കേണ്ട കാര്യമില്ല എന്ത്, മക്കളെന്നുള്ളത്. മക്കൾക്ക് അടിയെന്നൊക്കെ പറയുന്നത് ഏറ്റവും അവസാനത്തെ, നമ്മൾ 18ാമത്തെ അടവ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഏറ്റവും അവസാനത്തെ ഒരു നിവൃത്തിയില്ലാതാകുമ്പോൾ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് അടി. അതിനും ഒരുപാട് നിബന്ധനകളുണ്ട്. ആ തിന്മയുടെ ഗൗരവത്തിനനുസരിച്ച് അടിക്കുക. നമ്മളെന്താ ചെയ്യുക, നമ്മുടെ ദേഷ്യം ചെയ്യുന്നവരടിക്കും. അങ്ങനെ ഒരുപാട് നിബന്ധനകൾ ദീൻ പഠിപ്പിച്ചെന്നുണ്ട്. ചില ആളുകൾ, ചില കുട്ടികളെ അടിക്കേണ്ട ആവശ്യം തന്നെ വരില്ല. നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുത്താൽ തന്നെ എന്ത് ചെയ്യും, നല്ല രൂപത്തിൽ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് പോലെ ചില ആൾക്കാർക്ക് മക്കളെങ്ങനെ അടിക്കാണ്ട് വളർത്താം, അടിക്കാണ്ട അവസ്ഥ എത്തുന്ന മക്കളുണ്ടാവും, അല്ലാത്ത ഓരോ കുട്ടികളും ഓരോ പ്രകൃതമാണ്. ചില കുട്ടികളെ അടിക്കേണ്ട ആവശ്യം തന്നെ വരില്ല. മക്കൾ നന്നാകണമെങ്കിൽ അടിക്കണം നിർബന്ധമൊന്നുമില്ല. അടിക്കേണ്ട സാഹചര്യം, അങ്ങനത്തെ നിവൃത്തികടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദീൻ പഠിപ്പിച്ച നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അടിക്കാം. അത് സാന്ദർഭിക കാര്യം സൂചിപ്പിക്കുകയാണ്. മക്കളെ അടിക്കുന്നതിന് പണ്ഡിതന്മാർ 10ഓളം നിബന്ധനകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആർക്കറിയാം ഈ 10 നിബന്ധനകൾ? മക്കളെ അടിക്കുന്നതിൽ പണ്ഡിതന്മാർ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചെന്ന 10ഓളം നിബന്ധനകൾ എണ്ണി പറയാറുണ്ട്. ഈ 10 നിബന്ധനകൾ ആർക്കറിയാം? ഈ നിബന്ധനകൾ അറിയില്ലെങ്കിൽ അടിക്കാൻ നിൽക്കരുത്. നമ്മളെല്ലാം ഒക്കെ തലതിരിഞ്ഞിട്ടാണ്. സഹാബത്ത് നേരെ തിരിച്ചാണ്. അവർ കല്യാണം കഴിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചിട്ടാണ് കല്യാണം കഴിക്കുക.
കച്ചവടത്തിൽ എന്തൊക്കെ ചെയ്യാൻ പാടും പാടില്ല പഠിച്ചിട്ട് പിന്നെ കച്ചവടം ചെയ്യാം. മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ വളർത്തണം, ഇത് പഠിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുക, ദാമ്പത്യ ജീവിതത്തിലേക്ക് ഏർപ്പെടുക. ഇതൊക്കെ ചെയ്ത് മക്കളൊന്നും നല്ല നമ്മുടെ പിടിയിൽ ഒതുങ്ങാണ്ടായി എല്ലാം കൈവിട്ട് പോയി അവസാന സമയത്ത് എന്ത് ചെയ്യും, ഉസ്താദെ എൻ്റെ മകൻ ഇങ്ങനെയൊക്കെയാണ്, തീരെ പറഞ്ഞാൽ കേൾക്കുന്നത്. ഇതെങ്ങനെയല്ല, വളർത്തേണ്ട രൂപം ശരിയല്ലാത്തതുകൊണ്ടാണ്. പറഞ്ഞു വന്നത്, ഇദ്ദേഹത്തിന്റെ 10 വർഷക്കാലത്തിനിടയിൽ നമ്മളിപ്പോ സാധാരണഗതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ചരിത്രത്തിലുള്ളൊരു അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ഒരു പിക്ചർ എന്താ? വളരെ ക്രൂരനായ, സ്ത്രീലമ്പടനായ, രക്തദാഹിയായ അല്ലെ ഒരു വ്യക്തി. അത് ആലോചിച്ച് നോക്കി. സ്വന്തം ഹാദിമാണ്, മാതാപിതാക്കൾ നിങ്ങളുടെ ഹാദിമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോയ, എന്തെങ്കിലും ചെയ്താൽ തന്നെ ആരും ചോദിക്കൂല, വീട്ടുകാരിൽപ്പെട്ട ആരുമില്ല, ഒരാളൊന്നും എന്ത് ചെയ്യില്ല, എതിർക്കുകയോ പ്രതിരോധിക്കുകയോ ഒന്നും ചെയ്യില്ല. അങ്ങനത്തെ ഒരു വ്യക്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ദിവസമല്ല 10 വർഷം കൂടെ ഉണ്ടായിട്ട് ആ വ്യക്തിയെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അടിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ പോലും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അടിച്ചിട്ടില്ല എന്നൊന്നുമല്ല പറഞ്ഞു, ഇങ്ങനെ പോലും എന്നോട് പറഞ്ഞിട്ടില്ല. അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. നമ്മൾ വിചാരിക്കണ്ട, നമ്മൾ ഒരുപാട് മസിൽ പിടിച്ച് എയർ പിടിച്ച് കഴിഞ്ഞാൽ കാര്യം നടക്കുമെന്ന് വിചാരിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്, ഒരു കുടുംബത്തിൽ, ഒരു വീട്ടിൽ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യും, ആ കുടുംബത്തിൽ, ആ വീട്ടിലേക്ക് എന്ത് ചെയ്യും, റിസ്ക് ഇട്ട് കൊടുക്കും. ശ്രദ്ധിക്കണേ, ഒരു കുടുംബത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്യും, റിസ്ക് ഇട്ട് കൊടുക്കും. റിസ്ക് എന്ന് പറഞ്ഞാൽ അനുകമ്പ, സോഫ്റ്റ്നെസ്. എന്തൊരു കാര്യത്തിൽ റിസ്ക് ഉണ്ടായിട്ടുണ്ടോ ആ കാര്യം ഭംഗിയുള്ളതാവാതിരുന്നിട്ടില്ല. എന്റെ വിശ്വാസം പഠിപ്പിച്ചു തരാം. റിസ്ക് ഒരു കാര്യത്തിൽ വന്നാൽ ആ കാര്യം ഭംഗിയുള്ളതാവും. ഒരു കാര്യത്തിൽ റിസ്ക് പോയി കഴിഞ്ഞാൽ ആ കാര്യം എന്താവും, ഭംഗിയില്ലാതെ വൃത്തികേട്, അതായത് ഭംഗിയില്ലാത്ത രൂപത്തിലേക്കാവും. പക്ഷെ മക്കളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ എന്നല്ല ഭാര്യമാര് പറയാറുണ്ട്, ഒരാളെ പോലും എന്ത് ചെയ്തിട്ടില്ല, ഭാര്യമാരാവട്ടെ, മക്കളാവട്ടെ, അതുപോലെ തന്നെ ഹാദിമുകളാവട്ടെ, ഇവരൊരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, തല്ലിയിട്ടില്ല. കൈകൊണ്ട്, അദ്ദേഹത്തിന്റെ കൈകൊണ്ട് തല്ലിയിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കണം, തല്ലാൻ പേടിയായിട്ടോ തല്ലാൻ കഴിയാനിട്ടോ ഉള്ള ഒരാളെ പറ്റിയിട്ടല്ല ഈ പറയുന്നത്. ഏറ്റവും വലിയ ധൈര്യശാലിയും ഏറ്റവും ശക്തിയും ശാരീരികമായിട്ടും എല്ലാ നിലയ്ക്കും യുദ്ധത്തിലൊക്കെ സഹാബത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അസദുള്ള എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാറുണ്ട്, യുദ്ധങ്ങളിൽ പല സാഹചര്യങ്ങളും ശത്രുക്കളുടെ ആക്രമണം കടുക്കുമ്പോൾ ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ട്, മറയാക്കി നിർത്താറുണ്ട്. അത്രയും ധൈര്യശാലിയും എല്ലാ സൽഗുണങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെയും അടിച്ചിട്ടില്ല. മക്കളെ ആയിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഹാദിമുകളായിക്കോട്ടെ. അതുവെച്ചാൽ അടിക്കണ്ടെന്നല്ല, അടിക്കരുത് എന്ന് വിലക്കിയിട്ടൊന്നുമില്ല. പക്ഷെ അത് അടിക്കേണ്ടത് ഏറ്റവും, നിസ്കാരത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, 7ാമത്തെ വയസ്സ് മുതലാണ് കൽപ്പിക്കാൻ പറഞ്ഞത്. എന്നിട്ട് എപ്പോഴാണ് അടിക്കാൻ പറഞ്ഞത്? നമ്മളൊക്കെ ആണെങ്കിൽ 2 പറഞ്ഞ് 3ാമത്തെ അടിയായിരിക്കും. നിസ്കരിക്കടാ, ഒരു വട്ടം പറയും, പോയിട്ട് നിസ്കരിച്ചത് എന്താ നിസ്കരിക്കാത്തത് എന്ന് ചോദിക്കും. പിന്നെ പോയിട്ട് നിസ്കരിച്ചിട്ട് അടിക്കും, അടിയിടും. അത്രയും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, എടുത്തു ചാടി ദേഷ്യം പിടിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ദീനുൽ ഇസ്ലാം ഏറ്റവും അവസാനത്തെ മരുന്നാണെന്ത്, അടിയെന്നുള്ളത്. അത് ഏറ്റവും അവസാനത്തെ തന്നെ ആയിരിക്കണം. മറ്റു വഴികളൊക്കെ പയറ്റി നോക്കി എല്ലാ മാർഗങ്ങളും സ്വീകരിച്ച് ഒന്നും ഫലിക്കാതാവുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന വഴിയാണെന്ത്, വടിയെടുക്കുക എന്നുള്ളത്. അതും അതിൻ്റെതായ നിയമങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു 10ഓളം നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മാത്രം. അതൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ അടിച്ചാൽ മതി. വെറുതെ നിങ്ങളുടെ മക്കളാണ് വന്നിട്ട് തോന്നു പോയെന്ന് അടിക്കാൻ പറ്റൂല. നിങ്ങളുടെ മക്കൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ ചേർത്തി പറയുന്ന മക്കൾ തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് കൊണ്ട് അള്ളാഹ് തന്ന
അള്ളാഹുവിന്റെ അമാനത്താണ്. അത് അള്ളാഹ് ചോദ്യം ചെയ്യും. എൻ്റെ മകനല്ലേ, ഞാൻ എന്ത് ചെയ്താലും എന്ത് നിങ്ങൾക്ക് എന്താ ഉള്ളത് എന്നൊരു ചോദ്യം ശരിയല്ല. അള്ളാഹു തന്നാണ്. അവൻ ഒരുപാട് നിബന്ധനകളിൽ പാലിക്കാൻ, നിയമങ്ങൾ പാലിക്കാൻ കൽപ്പിച്ചിട്ട് അത് പാലിച്ചോ എന്ന് അള്ളാഹു എന്ത് ചെയ്യും? മക്കളുടെ വിഷയത്തിൽ നമ്മളോട് ചോദിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സംഭവ ജീവിതത്തിൽ നമുക്ക് വളരെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു പാഠം, വളരെ ചുരുക്കമാണ് സമയം, നമുക്ക് ഒരുപാട് തിരക്കുകളുണ്ട്, ചുരുക്കി പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരു ഹദീസാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹം പറയണം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഒരിക്കൽ മസ്ജിദിൽ ഇരിക്കുകയാണ്. അപ്പോൾ വളരെ ദൂരം ഒരു ആറാബി എന്ന് പറഞ്ഞാൽ വളരെ കടുത്ത സ്വഭാവമുള്ള, പരുഷ സ്വഭാവികളായിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ അദബുകളും മാനേഴ്സുകളൊന്നും അറിയില്ല. ദൂരം തന്നെ വളരെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. വളരെ ഉച്ചത്തിൽ അടുത്ത് വന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും അധികം അദബ് പാലിക്കേണ്ട വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ വളരെ അടുത്ത് വന്ന് സൗമ്യമായി ശാന്തമായിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇയാൾ ദൂരം റിസർച്ച് കണ്ടപ്പോൾ തന്നെ വളരെ ഉച്ചത്തിൽ എന്തോ വിളിച്ചു കേൾക്കുന്നില്ല. പിന്നെ ഇയാൾ അടുത്തടുത്ത് വന്നപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, എന്താണ് ഇയാൾ പറയുന്നതെന്ന് കേൾക്കുന്നത്. എന്താണ് അയാൾ ചോദിക്കുന്ന ചോദ്യം? എന്താ അയാൾ ചോദിക്കുന്ന ചോദ്യം? അൽമർഉ യുഹിബ്ബുൽ ഖൗമ വലമ്മാ യൽഹഖ് ബിഹിം. എന്നുവെച്ചാൽ ഒരു വ്യക്തി അവൻ ഒരു സമൂഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്, ആത്മാർത്ഥമായി സത്യസന്ധമായി ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അവരുടെ അതുപോലെ ആയിട്ടില്ല അവന്. നമ്മളിപ്പോൾ സ്വഹാബത്തിന്റെ വിഷയം തന്നെ എടുക്കാം. നമ്മൾ സ്വഹാബത്തിന് ആത്മാർത്ഥ ഇഷ്ടപ്പെടുന്നുണ്ട് ഒരു വ്യക്തി, സ്വഹാബത്തിന് ആത്മാർത്ഥ ഇഷ്ടപ്പെടും. അങ്ങനെ ഒരു വ്യക്തി, ഇങ്ങനെ ഒരാളെ പറ്റിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അവന്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറയുന്നത് അൽമർഉ മഅ മൻ അഹബ്ബ യൗമൽ ഖിയാമ. അൽമർഉ മഅ മൻ അഹബ്ബ യൗമൽ ഖിയാമ. വളരെ ശ്രദ്ധിക്കേണ്ട വാക്കാണ്. ഓരോ വ്യക്തിയും അവൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയായിരിക്കും ഖിയാമത്ത് നാൾ. ഓരോ വ്യക്തിയും അവൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, എന്നുവെച്ചാൽ സത്യസന്ധമായ ഇഷ്ടം, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണോ അവരുടെ കൂടെയായിരിക്കും ഖിയാമത്ത് നാളിൽ എന്നെന്ത് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അറാബിക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് കേട്ടപ്പോൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയധികം സന്തോഷിച്ച വേറൊരു ദിവസം ഉണ്ടായിട്ടില്ല. ശ്രദ്ധിക്കണേ, ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയധികം സന്തോഷിച്ച മറ്റൊരു ദിവസം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം കാരണം പറഞ്ഞെന്നറിയോ? ഞാൻ അബൂബക്കറിനെയും ഉമറിനെയും ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ അബൂബക്കറിനെയും ഉമറിനെയും ഇഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ അത്രയും അമലുകൾ എനിക്കില്ലെങ്കിലും അവരോടുള്ള ഇഷ്ടം കാരണത്താൽ ഞാൻ നാളെ ഖിയാമത്ത് നാളിൽ അവരുടെ ഒപ്പം എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് അദ്ദേഹം പറയാം. നമുക്കിങ്ങനെ പറയാൻ സാധിക്കാം, ഞാൻ അവരിഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയാൻ. മറ്റ് നമ്മുടെ ഹൃദയത്തിൽ കുറേ കാര്യങ്ങളോട് ഇഷ്ടമുണ്ട്, അതിനെ ഇഷ്ടമുണ്ട്, ഇതിനെ ഇഷ്ടമുണ്ട്, സിനിമാ താരങ്ങളുണ്ട്, മറ്റവരുണ്ട്, ഇതൊക്കെ ഇങ്ങനെ കുറേ വൃത്തികെട്ട ആൾക്കാരുണ്ട്, അതിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്, സഹാബത്തുണ്ട്. അങ്ങനെയല്ല ആ ഇഷ്ടമല്ല ഉദ്ദേശിക്കുന്നത്. ആ ഇഷ്ടം എല്ലാ മുസ്ലിമീങ്ങൾക്കും ഉണ്ടാവും. ആ ഇഷ്ടം എന്നുള്ളത് എല്ലാ മുസ്ലിമീങ്ങൾക്കും ഉണ്ടാവും. അതിനെ പറ്റിയിട്ടല്ല ഈ ഹദീസിൽ പറയുന്നത്. ഈ ഹദീസിൽ പറയുന്നത് ഈ ഇഷ്ടമായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനുള്ള ഇഷ്ടം. അതിനോട് ചേർന്ന് വരുന്ന മറ്റാളുകൾ വരുമ്പോൾ അവർ നമ്മൾ ഇഷ്ടപ്പെടും. അതിന് ചേർന്ന് വരാത്ത ആളുകളാണ് നമ്മളവരെ ഒഴിവാക്കും. അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾക്ക് എതിരായി വരുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? വെറുക്കും. അവരുടെ ഇഷ്ടങ്ങൾക്ക് ഒപ്പമായി വരുന്ന, അതിനോട് യോജിച്ച് വരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും? ഇഷ്ടപ്പെടും. ഇങ്ങനത്തെ ഇഷ്ടമായി നമ്മുടെ കൽബിൽ മാറിക്കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കൂടെ ആയിരിക്കും ഖിയാമത്ത് നാളിൽ. ഖിയാമത്ത് നാളിൽ നമ്മൾ അവരുടെ കൂടെ ആയിരിക്കും എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നേരെ തിരിച്ചു പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഖിയാമത്ത് നാളിൽ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ
അവർ മണ്ണിന് പുറത്ത് വരെ ഒറ്റയ്ക്ക് തന്നെയാണ്. പക്ഷെ അവർ വിചാരണയ്ക്കൊക്കെ പോകുമ്പോഴും എല്ലാം അവരെന്ത് ചെയ്യും, ഒരു കൂട്ടമായി മാറിയിട്ടുണ്ടാവും. ശ്രദ്ധിക്കണേ, എല്ലാവരും എന്ത് ചെയ്യും, ഒരു സംഘമായി മാറും. ഈ സംഘമായി മാറുമ്പോൾ ഈ ഒരേ ഇഷ്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക, ആളുകൾ വേർതിരിയുക. അല്ലെങ്കിൽ ഒരേപോലെയുള്ള ആൾക്കാർ ഒരേ സംഘത്തിലുണ്ടാവും. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവർ ഒരു ഭാഗത്ത് ഒരു സംഘമായിട്ട്, വേറെ ഒരു തോകത്തിന് ഇബാദത്ത് ചെയ്ത് ഓരോ ഇബാദത്ത് ചെയ്യുന്നവർ ഓരോ ഭാഗത്തായിട്ടുണ്ടാവും. ഇതൊക്കെ അവസാനം എന്ത് ചെയ്യും, പല മുനാഫിക്കുകൾ അങ്ങോട്ടും ഇങ്ങനെ പലതായിട്ട് തിരിഞ്ഞ് അവസാനം ഹൗദിന്റെ അടുക്കൽ എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹൗദിൽ നിന്ന് വെള്ളം കോരി കൊടുക്കുന്നത് ഈ ഇഷ്ടത്തിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഏറ്റവും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട, ഏറ്റവും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റിയ ആളുകൾക്ക് ഏറ്റവും ആദ്യം എന്ത് ചെയ്യും, ഹൗദിൽ നിന്ന് വെള്ളം കോരി കൊടുക്കും. ഇങ്ങനെ ക്രമത്തിലാണ്. അങ്ങനെയുള്ളവർ ആദ്യം എന്ത് ചെയ്യും, ഹൗദിന്റെ അടുക്കലേക്ക് വരും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സിലുള്ള ഇഷ്ടം അത് എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയം. നമുക്ക് തോന്നിയവർ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന മറ്റും നാട്ടിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുക, നമ്മുടെ കൂട്ടുകാർ ഇഷ്ടപ്പെടുന്നതിനൊക്കെ ഇഷ്ടപ്പെടുക, അങ്ങനെയല്ല ഒരിക്കലും. ഒരു മുസ്ലിമിന് അങ്ങനെയല്ല. ഒരു മുസ്ലിം ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടത് ആരെയാണോ ഏറ്റവും അധികം ഇഷ്ടപ്പെടാൻ പഠിപ്പിച്ചത് അവരായിരിക്കും. അത് പ്രവർത്തനങ്ങളായിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, എല്ലാം അങ്ങനെ തന്നെ. വെറുക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്താ ഇഷ്ടം എന്നുള്ളത്, മഹബ്ബത്ത് എന്നുള്ളത്. അതുപോലെ തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അദ്ദേഹത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം അനസ് ബിൻ മാലിക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആർക്ക് വേണ്ടിയിട്ട്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനയുടെ ഫലമെന്നോണം അനസ് ബിൻ മാലിക് ഒരുപാട് കാലം ജീവിച്ചു. അദ്ദേഹത്തിന്റെ പേരമക്കളുടെ പേരമക്കൾ അദ്ദേഹം കണ്ടിട്ടുണ്ട്. 4ാമത്തെ തലമുറ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, മക്കളും പേരമക്കളും അടക്കം 100-ലധികം ആൾക്കാരെന്നെ. അദ്ദേഹത്തിന്റെ മാത്രം ഭാര്യ, മക്കള്, പേരമക്കള്, അവരുടെ മക്കള്, മക്കളുടെ മക്കള്, അങ്ങനായിട്ട് 100-ലധികം ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയുടെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് 100-ലധികം വളരെ ഒരു കാലഘട്ടത്തെയും ജീവിക്കുകയും ചെയ്തിരുന്നു പ്രായം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന്റെ ഫലമായി, പ്രാർത്ഥനയുടെ ഫലമായി ഇത്രയധികം കാലം ജീവിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കണ്ടിട്ടുണ്ട്. അവസാനിപ്പിക്കാം, 2 കാര്യങ്ങൾ പറയാം. ഈ അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിലൊക്കെ എന്താ പറയാ, അദ്ദേഹം ദീനിന്റെ മാറ്റം കണ്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്യണം, വളരെയധികം വിഷമിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. ചില ഹദീസുകൾ കാണാം, അദ്ദേഹം താബിഈങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇന്ന് വളരെ തലമുടിയേക്കാൾ നിസ്സാരമായി കാണുന്ന പല തിന്മകളും സ്വഹാബത്തിനടുക്കൽ വൻപാപങ്ങളോളം ഗൗരവമുള്ളതാണെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളും അദ്ദേഹത്തിന് ഉദ്ധരിക്കുന്നത്. അതിൽപ്പെട്ടൊരു കാര്യം, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുടെ കാലഘട്ടം. ആരാണ് ഹജ്ജാജ്? എല്ലാ സാധാരണക്കാർക്കും അറിയുന്ന അത്രയും കുപ്രസിദ്ധനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ക്രൂരത കൊണ്ടും ദുൽമ കൊണ്ടൊക്കെ എത്രയോ ആളുകളെ, പണ്ഡിതന്മാരിൽ തന്നെ വളരെ ശ്രേഷ്ഠരായ എത്രയോ പേരെ പോലെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, കൊന്നു കളഞ്ഞിട്ടുണ്ട് ദുൽമായിക്കൊണ്ട്. ഈ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിലുള്ള ചില ആളുകൾ അദ്ദേഹത്തിന്റെ ദുൽമ സഹിക്കവയ്യാണ്ട് എന്ത് ചെയ്യാണ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് ചെല്ലാൻ. എന്താണ് ചെയ്യേണ്ടത്? നമ്മളിന്ന് ആലോചിച്ച് നോക്കി, ഇന്നത്തെ കാലഘട്ടത്തിലാണ് ക്രൂരനായൊരു ഭരണാധികാരിയൊക്കെ ആണെങ്കിൽ എന്താണ് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ മറ്റുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്ക് ചേർത്തി പറയുന്ന ആളുകൾ, അവരുടെ നിലപാടെന്താണ്? നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയേ.
അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണാധികാരി എങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക, പുറത്താക്കി മറ്റൊരാളെന്ത് നീതിമാനായ ഒരാളെ ഭരണത്തിൽ കൊണ്ടുവരിക എന്നാണ് അവർ പറയാം. ശ്രദ്ധിക്കണേ, ഈ അക്രമം എന്ത് ചെയ്യണം, അവസാനിപ്പിക്കുക. ഇതിങ്ങനെ തുടരാൻ പാടില്ല. ഈ അരാജകത്വം അല്ലെങ്കിൽ ഈ അക്രമങ്ങൾ ഒരിക്കലും വെച്ചു ഉറപ്പിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗുകൾ അടിച്ചിട്ട് എന്ത് ചെയ്യും, അവരെന്താ ചെയ്യുക, ഈ ഭരണത്തിനെതിരെ അവര് വിപ്ലവം നടത്തും. അല്ലേ, മുല്ലപ്പൂ വിപ്ലവം അല്ലെങ്കിൽ അറബ് വസന്ത് എന്ന് പറയുന്ന പേരിൽ ഒരുപാട് അറബ് രാജ്യങ്ങളിൽ ഇന്നത്തെ ഈ ഇഖ്വാൻ മുസ്ലിമീൻ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന അതേ ആശയക്കാർ അവര് നടത്തിയ ആ പ്രവർത്തനം അത് എത്രത്തോളം ശരിയാണ് എന്ന് മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിന്റെ വാക്ക് ശ്രദ്ധിച്ചാൽ മതി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് വന്നിട്ട് ഇങ്ങനൊരു സാഹചര്യത്തിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ എന്താ പഠിപ്പിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം പറയുന്നത് എന്താ, ഇസ്ബിറൂ, എന്താ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ, എന്താ ചെയ്യേണ്ടത്, ക്ഷമിക്കണം, സബർ ചെയ്യണം. ഏതുവരെ ക്ഷമിക്കണം? ചില ആളുകൾ ഇങ്ങനെ എത്ര കാലം ക്ഷമിക്കും? ഇയാൾ മരിച്ച ഇയാളുടെ മകൻ മരിച്ച പിന്നെ മരുമകൻ അല്ലെങ്കിൽ പിന്നെ പേരക്കുട്ടി, ഇങ്ങനെ എത്ര കാലം നമ്മൾ ക്ഷമിക്കും? എന്നെ നിങ്ങൾ ഹൗദിൽ കണ്ടുമുട്ടുന്നവരെ, എന്ന് വെച്ചാൽ മരിക്കും വരെ. ഒരാൾ വലിയ നമ്പറായി മാറിക്കഴിഞ്ഞാൽ പിന്നെ സമൂഹത്വ കേൾക്കാൻ അനുസരിക്കുക, പിന്നെ വിപ്ലവമില്ല, കലാപങ്ങൾ ഉണ്ടാക്കലില്ല, സമരം ചെയ്യലില്ല, ഒന്നുമില്ല. അതൊക്കെ ഖവാരിജുകളുടെ രീതികളാണ്. അത് പറയുമ്പോൾ ഞങ്ങൾ പറയും എല്ലാ ആൾക്കാരും അങ്ങനെയാണല്ലോ, എല്ലാ ആൾക്കാരും അങ്ങനെയാണെന്നുള്ളത് കൊണ്ട് അത് ഖവാരിജുകളുടെ രീതി അല്ലാതാവൂല. പണ്ഡിതന്മാരതുകൊണ്ട് ഇന്ന് പല ആളുകളും അവർ ഖവാരിജുകളാണെന്ന് അവർക്ക് അറിയില്ല. അങ്ങനെ ആ രൂപത്തിൽ ആ ഒരു തീവ്രവാദ ചിന്താഗതി ആളുകളുടെ ഇടയിലേക്ക് വളരെയധികം വ്യാപിച്ചിട്ടുണ്ട്. ആളുകൾക്കത് അറിയുന്ന പോലുമില്ല ഇത് ഖവാരിജിയത്താണെന്നും അഹ്ലുസുന്നത്തിന്റെ നിലപാടല്ല, ഒന്നും അറിയുന്ന പോലുമില്ല. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, പല ഹദീസുകളിൽ ഇങ്ങനെ തന്നെ പറയുന്നത് എന്താണ്, അബ്ദുല്ലദി അലൈക്കും ഫസ്അലുല്ലാഹല്ലദി ലക്കും, നിങ്ങളുടെ മേൽ ബാധ്യതയാക്കിയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ രാജാവാകുമ്പോൾ പലതും ഉണ്ടാവും, ടാക്സോ മറ്റു പല കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ കൊടുക്കുക. ഫസ്അലുല്ലാഹല്ലദി ലക്കും, നിങ്ങൾക്ക് കിട്ടാനുള്ളത് അള്ളാഹിനോട് ചോദിക്കാം. ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് കിട്ടാനുള്ളത് അള്ളാഹിനോട് ചോദിക്കുക. ഒരു രസകരമായ സംഭവം ശ്രദ്ധിക്കണം. അലി റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് കാലഘട്ടത്തിൽ ഒരാൾ കടന്നു വന്നിട്ട് വളരെ അലി റളിയല്ലാഹു അൻഹുവിനെ എന്താ പറയാ കുറ്റപ്പെടുത്താനുള്ള ഉദ്ദേശത്തിൽ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ വന്നിട്ട് അദ്ദേഹം പറയാണ്, അബൂബക്കറിന്റെയും ഉമറിന്റെയും കാലഘട്ടം എത്ര നല്ല കാലഘട്ടമായിരുന്നു. അത് അങ്ങനെ പറയുന്നത് ഇദ്ദേഹത്തെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട്, എത്ര നല്ല കാലഘട്ടം. പക്ഷെ ഇപ്പോൾ ഉള്ള കാലഘട്ടമൊന്നും ഭരണകാലഘട്ടമൊന്നും ഒന്നല്ല, അത്രയധികം സുഖകരമായൊരു അവസ്ഥയല്ലല്ലോ എന്നെന്ത് ചെയ്യണം അദ്ദേഹത്തോട് പറയാം. അപ്പൊ അലി റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞതെന്ന് അറിയാം. ശ്രദ്ധിക്കണേ, അലി റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞത്, അബൂബക്കറിന്റെയും ഉമറിന്റെയും കാലഘട്ടത്ത് ഭരണീയരെന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലുള്ള, അലി റളിയല്ലാഹു അൻഹു പറയും, എന്നെ പോലുള്ള ആളുകളെ അവരെന്ത് ചെയ്തത്, ഭരിച്ചിരുന്നത്. അപ്പൊ നല്ല ആളുകൾ വന്നപ്പോൾ നല്ല ഭരണാധികാരികളെ. എന്റെ കാലഘട്ടത്തിൽ ഞാൻ ഭരിക്കുന്നത് നിന്നെപ്പോലുള്ള ആൾക്കാരാണ്. എന്റെ കാലഘട്ടത്തിൽ ഞാൻ ഭരിക്കുന്നത് നിന്നെപ്പോലുള്ള ആൾക്കാരാണെന്ന് എന്ത് ചെയ്യണം അദ്ദേഹം പറഞ്ഞു. എന്ന് വെച്ചാൽ ഉലമാക്കൾ പറയാറുണ്ട്, ഹുക്കാമുക്കും അഅമാലുക്കും, പഠിച്ചു വെച്ചോ, ഹുക്കാമുക്കും അഅമാലുക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണോ അങ്ങനെയുള്ള ഭരണാധികാരികൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങളുടെ അമലുകൾ എങ്ങനെയാണോ അങ്ങനെയുള്ള ഹാക്കിമുകളെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് അള്ളാഹുവിന്റെ സുന്നത്താണ്. ഭരണാധികാരി മാറണമെങ്കിൽ വിപ്ലവം നടത്തല്ല, നമ്മുടെ അമൽ ശരിയാക്കാൻ. ഇന്നാൾക്കാർ ഭരണാധികാരികളെ നന്നാക്കാൻ എന്താ ചെയ്യാ, മതരാഷ്ട്രം സ്ഥാപിക്കണം, അതിനുവേണ്ടി ചാനലുകൾ, രാഷ്ട്രീയ പാർട്ടികൾ, അത് ഇതൊക്കെ
നമ്മുടെ ഭരണാധികാരികൾ നന്നാവണമെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാവണം, അല്ലാതെ ആവൂല. അല്ലാതെ എന്ന് വെച്ചാൽ നമ്മുടെ ദാവത്ത് എന്ന് പറഞ്ഞാൽ മേലോട്ടല്ല. വെച്ചാൽ വീടിന്റെ തറ കെട്ടുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യില്ല, കോൺക്രീറ്റ് പണിയൂല. നമ്മൾ പഠിത്തറ നമ്മൾക്ക് ദാവത്ത് ചെയ്യാനുള്ളത് ആളുകളുടെ അമലുകൾ നന്നാക്കാൻ. നമ്മുടെ ലക്ഷ്യത ആളുകളെ നരകത്തിന് രക്ഷപ്പെടുത്തുക. അത് ശരിയായാൽ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക് ശരിയായിക്കോളും. പ്രത്യേകിച്ച് പിന്നെ പണിയെടുക്കേണ്ട ആവശ്യം വരില്ല. അത് ശരിയായിക്കണം, ബാക്കിയൊക്കെ ശരിയായി. ഇത് ശരിയായിട്ടില്ലെങ്കിൽ അത് ശരിയായിട്ടൊരു കാര്യമില്ല. പരാതി എത്ര നല്ല പരാതി അതിൽ വന്നിട്ടും കാര്യമൊന്നുമില്ല. ഇന്ന് നമ്മുടെ നാട്ടിലെ സാഹചര്യം അങ്ങനെയാണ്, ഇത്ര വലിയ ഇതാണ്, ദുൽമാണ്, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്താ ചിന്തിക്കാത്തെന്താ? മതരാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ അവർ ഒരിക്കൽ പോലും അവർ ഈ നടത്തുന്ന രാഷ്ട്രീയമായിട്ടുള്ള കളികളും പ്രയത്നങ്ങളുടെ 10% ഈ ആളുകൾ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ അമല് നന്നാക്കാൻ അവർ പരിശ്രമിച്ചിരുന്നെങ്കിൽ അവരുദ്ദേശിച്ച ഫലമൊക്കെ എപ്പോഴും കിട്ടിയേനെ. ഒരു കാര്യത്തിനൊരു റൂട്ടില്ലേ, ഒരു സ്ഥലത്തേക്ക് എത്താൻ ഒരു റൂട്ടുണ്ട്. ദീൻ പഠിപ്പിച്ചെന്ന റൂട്ടുണ്ട്, അതല്ലാത്ത വേറെ റൂട്ടുകൾ ഉണ്ടായിരിക്കാം. ദീൻ പഠിപ്പിച്ച ശർഈ ആയിട്ടുള്ള മാർഗമുണ്ട്, ശർഈ ആയിട്ടുള്ള ഒരു മാർഗമുണ്ട്. അപ്പൊ ഭരണാധികാരി അല്ലെങ്കിൽ ഭരണം എന്നുള്ള നല്ല ഭരണമാകണമെങ്കിൽ നമ്മുടെ അമലുകൾ നന്നാവണം. ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ, ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയോ? ഉത്തരേന്ത്യയും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നോക്കിയിട്ടുണ്ടോ? മുസ്ലിമീങ്ങളെന്ന് പറയുന്നവരിൽ നമുക്കറിയാം ഇത് മുസ്ലിം രാഷ്ട്രമല്ല. ആ മുസ്ലിമീങ്ങളാണ് ഭൂരിഭാഗം. ആ ഭൂരിഭാഗം ഒന്ന്. പിന്നെ ഈ മുസ്ലിമീങ്ങളെന്ന് പറയുന്ന ന്യൂനപക്ഷത്തിന്റെ അവസ്ഥ എന്താ? അതിലെ ഭൂരിഭാഗവും ശിർക്ക് കുഫർ കലർന്നവരാണ്. ചെറിയ ബിദഅത്തും കാര്യങ്ങളെ പറ്റിയിട്ടല്ല ഞാൻ പറയും, ശിർക്കും കുഫറും കലർന്ന ആളുകളാണ്. അറിവില്ലായ്മ കൊണ്ടോ എന്തെങ്കിലും കാരണത്താൽ പല ത്വരീകത്തും പല ചരജാതി ജമാഅത്തുകളും വിഭാഗങ്ങളുണ്ടല്ലോ, അതിന്റെ പല രൂപത്തിൽ പല രീതിയിൽ പോയിട്ട് മിക്ക ആളുകളും ശിർക്കും കുഫറും മറ്റു കാര്യങ്ങളാണ്. ഇനി അതൊന്നും ഇല്ലാത്ത ആളുകളോ, തൗഹീദുള്ള സുന്നത്തുള്ള അഹ്ലു ഹദീസ് പോലത്തെ ആളുകളോ, അവര് തന്നെ അവരിൽ എന്താ പറയാ, സലഫികളെല്ലാം നമ്മൾ പറയുന്നില്ല, പക്ഷെ പല വിഷയങ്ങളും അവരെന്തല്ല ഒരു ശക്തമായിട്ട് നിലപാടുകൾ സ്വീകരിക്കാതിരിക്കുകയും പല പോരായ്മകൾ അവർക്കുണ്ട്. പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാലും ഒന്നുകൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്, കുറ്റമറ്റ രൂപത്തിലാക്കേണ്ട ഒരവസ്ഥയാണ് അവർക്കുള്ളത്. മൊത്തത്തിൽ ഒരു നല്ലൊരവസ്ഥ ന്യൂനപക്ഷത്തെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു അവസ്ഥയല്ല മുസ്ലിമീങ്ങളുടെ ഇത് പോലും. പിന്നെ ഇങ്ങനെ നല്ലൊരു ഭരണം വരാം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല, ലോകത്തെല്ലാവരുടെയും ഭരണം നമ്മളെ പിടിച്ചെടുക്കാൻ അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല, കൽപ്പിച്ചിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തടി സലാമത്താക്കുന്ന നിലവറ്റെന്ന്, നമ്മുടെ കുടുംബത്തിന്റെ തടി, അതുപോലെ നമുക്കറിയുന്ന പരിചയക്കാര്, നാട്ടുകാരായിക്കോട്ടെ, കുടുംബക്കാരായിക്കോട്ടെ, കൂട്ടുകാരായിക്കോട്ടെ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ നമ്മൾക്ക് സാധിക്കുന്നതിന്റെ പരമാവധി അവരെയും നരകത്തെ രക്ഷപ്പെടുത്താം. ഇത്രയും നമുക്ക് റബ്ബ് എന്ത് ചെയ്തിട്ടുള്ളൂ, ബാധ്യതയാക്കി തന്നിട്ടുള്ളൂ. നമ്മളത് ചെയ്താൽ ബാക്കി റബ്ബ് നോക്കിക്കോളും. ഇത് ചെയ്യാതെ എന്ത് ചെയ്യണം, സ്വന്തം പാൻറ് നെര്യാണിക്ക് താഴെ ഇറങ്ങാതെ പിടിച്ചു വെക്കാൻ പറ്റാത്തവരാണ് എന്ത് ചെയ്യുന്നത്, ഈ രാജ്യത്തെ മതരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നത്. അവനവൻ്റെ സ്വന്തം മുഖത്തെ രോമങ്ങൾ ദീൻ പഠിപ്പിച്ചെന്ന രൂപത്തിൽ വളർത്താനോ അതിനെ വെറുതെ വിടാനോ പറ്റാത്തവൻ എന്ത് ചെയ്യണം, നാട് നന്നാക്കാൻ പോവാണ്. ഇതൊക്കെ ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആദ്യം നീ നന്നാവും, സ്വയം നന്നാവും, എന്നിട്ട് മറ്റുള്ളവർ നന്നാക്കുക. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, ഇത് അനസ് ബിൻ മാലിക്കിന്റെ സ്വന്തം വാക്കല്ല. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ സമയത്തുഹു മിൻ നബിയിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ഞാൻ കേട്ടത് എൻ്റെ വാക്കായിട്ട് പറയല്ല, ഇത് ഞാൻ നിങ്ങളുടെ നബിയിൽ നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടതാണ് എന്ന് പറയാം. എന്നുവെച്ചാൽ അങ്ങനെ ക്ഷമിക്കണം എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്, പാലിക്കണം, നിർബന്ധം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. റബീഉൽ അവ്വലൊക്കെ അല്ലേ, ഹുബ്ബുർ റസൂലും ഒക്കെ അതിൻ്റെ കുറെ കോലാഹലങ്ങളൊക്കെ ആണല്ലോ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്കറിയാം സ്വഹാബത്താണ് ഏറ്റവും അധികം അവർ സ്നേഹിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് സ്നേഹിച്ചത് ഒരു കൗമും സ്നേഹിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നാൽ കൂടെ ആൾക്കാരുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യത്തിലേക്ക് എന്തെങ്കിലും ഒരു താല്പര്യത്തോടെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഒരു കല്ലോ വടിയോ നോക്കിക്കഴിഞ്ഞാൽ ആ നോട്ടം കൊണ്ട് തന്നെ അപ്പത് കയ്യിലേക്ക് എത്തും. നിങ്ങളും ചിന്തിക്കണം, ഒരു വലിയൊരു ചക്രവർത്തിയോ രാജാവോ ഒന്നും ഭടന്മാരെ അടിച്ച് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നൊന്നുമല്ല, ഇഷ്ടം കൊണ്ടാണ്. എന്തെങ്കിലും ഒരു കാര്യം വഴിയിൽ ഒരു വെറുപ്പുള്ളതായിട്ട് മുഖം ഒന്ന് വെറുപ്പുള്ളതായി അത് മുഖത്ത് പ്രകടം, ഉടനെ അത് പോവും, വഴിയിൽ നിന്ന് മാറിയിട്ടുണ്ടാവും. അവിടെ ഒന്ന് മിന്നി പറയേണ്ട താമസം വരുള്ളൂ, ഉടനത്തെ അത് കയ്യിലേക്ക് എത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പിയാ പോരാ, തുപ്പൽ നിരത്ത് വീഴൂല. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമുള്ള പ്രത്യേകതയാണ് എല്ലാ കാര്യങ്ങളിലും ബറക്കത്തുണ്ട് എന്നുള്ളത്. വേർപ്പിലാണെങ്കിലും മുടിയിലാണെങ്കിലും അതൊക്കെ അവസാനിച്ചു. ആ ബറക്കത്തിന്റെ എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നൊന്നും അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടൊന്നല്ല, സന്നദ്ധുള്ള ഒന്നല്ല. അപ്പോ ഇത്രയധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ച ആളുകളായിരുന്നു സ്വഹാബത്ത് മൊത്തം. അവരിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ 10 വർഷക്കാലം ഹാദിമായി മകനെ പോലെ ജീവിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ഇഷ്ടപ്പെട്ടു. എത്രത്തോളം ശ്രദ്ധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം പറയാം, ഞാൻ എൻ്റെ മിക്ക ദിവസവും രാത്രി ഉറക്കത്തിൽ സ്വപ്നം കാണാറുണ്ട്. മിക്ക ദിവസവും എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരാൾ കാണുന്നത് പോലെയല്ല, ഒരാളെ മിക്ക ദിവസവും രാത്രി സ്വപ്നത്തിൽ കാണാന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത വലുതാണ്. ഇത് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോൾ അവർക്ക് കണ്ണുകൾ നിറഞ്ഞിട്ടോ കണ്ണുകൾ ഒഴുകാതെ ഒന്നും ഒരു കാര്യം പറയാൻ കഴിയില്ല. പലപ്പോഴും പ്രാപികങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ അദ്ദേഹം പല കാര്യങ്ങളും കണ്ടിട്ട് പ്രയാസമാകുമ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടുന്ന രംഗത്തെ പറ്റിയൊക്കെ അദ്ദേഹം ഓർക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ തിരിച്ചറിയോ? അപ്പൊ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോയിട്ട്, റസൂലെ, ഞാൻ താങ്കളുടെ ഹുവൈദിമു അനസ്, താങ്കളുടെ ഹാദിമാണ്, അനസാണ് എന്ന് പറഞ്ഞ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് അങ്ങോട്ട് പോകുന്നതിനെ പറ്റിയിട്ട് ഇതൊക്കെ ഇവര് വളരെ സങ്കടപ്പെട്ട് കണ്ണുനൊക്കെ നിറഞ്ഞ് കണ്ണുനീര് ഒഴുകിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ഓർക്കാറുള്ളത്, പറയാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രയധികം ഇഷ്ടപ്പെട്ടിരുന്ന, ഓരോ കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ജീവിതത്തെ അതുപോലെ പ്രാവർത്തികമാക്കിയിരുന്ന, എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മാത്രം പറയാനും ആലോചിക്കാനൊക്കെ അവരത് മാത്രം ഉണ്ടായിരുന്ന ആളുകളായിരുന്നു അവർ. ആ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ പറഞ്ഞു, ഒരുപാട് വർഷക്കാലം ജീവിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് ശേഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത കാലഘട്ടത്തിലോ മരണശേഷമോ ഒരു സന്ദർഭത്തിൽ, ഒരു റബീഉൽ അവ്വലിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസം ഒരിക്കൽ പോലും എന്ത് ചെയ്തിട്ടില്ല, ഒരു പ്രത്യേക ആഘോഷം, ഒരു അന്നദാനം, ഒരു പായസ വിതരണം, മുട്ടായി കൊടുക്കുക കുട്ടികൾക്ക്, അല്ലെങ്കിൽ ദഫമുട്ട്, അല്ലെങ്കിൽ കോൽക്കളി, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അദ്ദേഹം നടത്തിയിട്ടില്ല, നടത്താൻ കൽപ്പിച്ചിട്ടുമില്ല. ഇവരെക്കാൾ സ്നേഹമുള്ളവരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഒന്നുകിൽ നിങ്ങൾ സഹാബികളെക്കാൾ സ്നേഹമുള്ളവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ദലാലത്തിന്റെ വാതിൽ തുറന്നവരാണ്. രണ്ടാമല്ലാതെ വേറൊന്നും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. സഹാബത്തിനേക്കാൾ സ്നേഹമുള്ളവരാണ് ഞങ്ങളെന്ന് ഈമാനുള്ള, അല്ലെങ്കിൽ സഹാബത്തിനെ പറ്റി എന്തെങ്കിലും ഒരു സാമാന്യ ബോധമുള്ള ഒരാളും പറയില്ല. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾക്ക് ഒരുപാട് പാഠങ്ങളുള്ള ഓരോ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തു, ഇങ്ങനെയായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കണം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നരച്ച രോമങ്ങളായിട്ട് വിരലെണ്ണാവുന്ന രോമങ്ങളേ ഉള്ളൂ എന്ന് പഠിപ്പിച്ചെന്ന സഹാബിയാണ് ആര്? അനസ് ഇബ്നു മാലിക്. ശ്രദ്ധിക്കണേ, മരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിൽ ഇത്ര രോമങ്ങളെ വെളുത്തതായിട്ട് അത്ര റസൂൽ അടുത്തറിയുന്ന വ്യക്തിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നെഞ്ചു കീറുന്ന സംഭവം ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ജിബ്രീൽ വന്ന് നെഞ്ചു കീറി
കൽബ് കഴുകുന്ന ആ സംഭവം, ആ കഴുകി അവിടെ തുന്നിയ പാടി ഞാൻ കണ്ടിട്ടുണ്ട് അനസ് ബിൻ മാലിക്. അത്ര ഓരോ കാര്യങ്ങളും എത്ര വിശദമായ നബിസ്വലാമിനെ സംബന്ധിച്ച് പറഞ്ഞു തന്ന സ്വഹാബത്ത് എന്തേ നബിദിനം പഠിപ്പിച്ചു തന്നില്ല? എന്തേ പഠിപ്പിച്ചു തന്നില്ല? ഇനിയിപ്പോ ഇദ്ദേഹത്തിന് മറന്നുപോയെന്നാണ് വിചാരിക്കുക. മറന്നു പോകില്ല നബിസ്വലാം പഠിപ്പിച്ചെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെ അത്രയും സ്വഹാബികൾ വരണ്ട്. നബിസ്വലാമിന്റെ പ്രിയതമയായ, നബിസ്വലാമിന്റെ ഹബീബത്തായ നബിസ്വലാം ഒരാൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടകാരം ചോദിക്കുമ്പോൾ ഒറ്റടിക്ക് ഉത്തരം പറ ആയിഷ. നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ഏറ്റവും അധികം ഇഷ്ടമുള്ള ആരാന്ന് ചോദിക്കുമ്പോൾ വേറൊന്നും ഒരു ചിന്തിക്കുന്ന പോലില്ല, ഉടനടി ഉത്തരം പറഞ്ഞ ആയിഷ. നബിസ്വലാമിന്റെ ഹബീബത്താണ്. ആ ആയിഷ റളിയല്ലാഹു അൻഹ എപ്പോഴാണ് നബിസ്വലാമിന്റെ വിവാഹത്തായതിനു ശേഷം നബിസ്വലാമിനോട് അത്രയും ഇഷ്ടമുണ്ടായിരുന്ന, നബിസ്വലാമിക്ക് അത്രയധികം ഇഷ്ടമുണ്ടായിരുന്ന ആയിഷ 50ഓളം വർഷങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നബിസ്വലാം മരണശേഷം ജീവിച്ചിട്ടുണ്ട്. ഇവരെപ്പോഴാണ് നബിദിനം ആഘോഷിച്ചത്? അവരാഘോഷിച്ചിട്ടില്ലെങ്കിൽ അർത്ഥം എന്താ? അവർക്ക് നബിസ്വലാം ഇഷ്ടം ഉണ്ടായിരുന്നില്ല എന്നല്ല. ഈ ആഘോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. നബിദിനാഘോഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹബ്ബത്തും ഹുബ്ബുർ റസൂലും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഒരു ബന്ധവുമില്ല. തീയും വെള്ളവും പോലെ ഒരു ബന്ധവുമില്ല. അങ്ങനെ ബന്ധമുണ്ട് എന്ന് പറയുന്നവർ ഈ സഹാബത്ത്, താബിഈങ്ങൾ, ഇവരൊക്കെ ഒന്നും അശറത്തുൽ മുബശ്ശരീനായിക്കോട്ടെ, ബദരീങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുത്ത സഹാബികളായിക്കോട്ടെ, മുഹാജിറുകളായിക്കോട്ടെ, അൻസാറുകളായിക്കോട്ടെ, അതുപോലെ തന്നെ എന്താ പറയുക, സഈദ് ഇബ്നു മുസയ്യിബ് ആയിക്കോട്ടെ, ഇക്രിമ ആയിക്കോട്ടെ, ഖത്താബി ആയിക്കോട്ടെ, മുജാഹിദ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അബൂ ഹനീഫ ആയിക്കോട്ടെ, ഇങ്ങനെ പറയപ്പെടുന്ന ഒരു ഇമാമിയങ്ങൾക്കും, ഷാഫിഈ, മാലിക്, അഹ്മദ്, ബുഖാരി, മുസ്ലിം, ഇങ്ങനെയുള്ള ഒരു ഇമാമിയങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ്. അത്ര വലിയ അബദ്ധമാണത്. അപ്പോൾ നബിദിനാഘോഷം എന്ന് പറയുന്നത് നിങ്ങൾ നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല എന്നർത്ഥം. അത് ശരിയാണെന്ന് വാദിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കരുതുമ്പോൾ നമ്മൾ പറയാതെ പറയുന്ന കാര്യമാണ് എന്ത്? ഇവരൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ടിട്ടില്ല, സ്നേഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചിട്ടില്ല. പിന്നെ സ്നേഹിക്കുന്നത് ആരാ? ഇവരൊന്നും സ്നേഹിച്ചിട്ടില്ല. ശരിക്കും സ്നേഹിച്ചത് ആരാ? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 4-ാം നൂറ്റാണ്ടിൽ വന്ന, അബൂബക്കറിനെ ഉമറിനെ കാഫറാക്കുന്ന, ആയിഷയെ വ്യഭിചാരോപണം ഉന്നയിക്കുന്ന, ശരിക്കും കുഫറുള്ള ആളുകളാണ് പണ്ഡിതന്മാർ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള വിഭാഗക്കാരിൽപ്പെട്ട രാജാവാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ആഘോഷം കൊണ്ടുവന്നു. അദ്ദേഹത്തിനായിരുന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ഇഷ്ടം? സ്വഹാബത്തിനായിരുന്നോ? ആർക്കായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക? അപ്പോൾ ചുരുക്കത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മൾക്ക് മാതൃകകളാണ് സ്വഹാബത്ത് എന്നുള്ളത്. അവരൊരു കാര്യം ദീനിൽ അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടും അത് ചെയ്യേണ്ട ഒരു പ്രേരകം, അത് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടും അവരത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളും ചെയ്യൂല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ, റസൂലിനെ ഇഷ്ടപ്പെടാത്തവരാണ്, റസൂലിനെ സ്നേഹിക്കാത്തവരാണ്, നിങ്ങൾ വിശ്വാസത്തിന്റെ പേര് സ്വലാത്ത് ഇല്ലാത്തവരാണ്, എന്തൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടും കാര്യമില്ല. സ്വഹാബത്ത് ചെയ്തതോ അല്ലെങ്കിൽ വിശ്വാസം പഠിപ്പിച്ചു കൊടുത്തതായ ഒരു തെളിവ് നിങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റാത്ത കാലത്തോളം ഞങ്ങളത് ചെയ്യില്ല, ഒരു കാര്യം ചെയ്യില്ല. കാരണം അന്ന് ദീനല്ലാത്തതൊന്നും ഇന്നും ദീനാവില്ല. നിങ്ങൾക്ക് അത്രയും ഞങ്ങൾ ആഘോഷിക്കണം നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ അല്ലേ, ഒരു തെളിവ് കൊണ്ടുവന്ന പോരെ. തെളിവുകൾ കൊണ്ടുവന്ന പിന്നെ നിങ്ങൾ സമസ്തക്കാരല്ലേ, നിങ്ങൾ പറഞ്ഞ് ഞങ്ങളങ്ങനെ സ്വീകരിക്കാതിരിക്കാൻ, ഞങ്ങൾ വേറെ വിഭാഗക്കാരല്ലേ, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര കാലം ആഘോഷിച്ച് പിന്നെ ഇത് മാറ്റി പറയുമ്പോൾ ആൾക്കാരെന്താ വിചാരിക്കുക? ഇങ്ങനൊന്നും ഞങ്ങൾ പറയില്ല, ഇങ്ങനൊന്നും ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു തെളിവ് കൊണ്ടുവാ, സാധിക്കുമെങ്കിൽ. ഇന്ന് നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൂട്ടാൻ അനുവാദം കൊടുത്തതോ കൽപ്പിച്ചതോ അല്ലെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിന് ശേഷം സ്വഹാബത്ത് നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്തതോ
അല്ലെങ്കിൽ ചെയ്യണമെന്ന് എന്ത് ചെയ്തോ വസിയത്ത് കൊടുത്തതോ അല്ലെങ്കിൽ താബീങ്ങളുടെ കാലഘട്ടത്തിൽ അവരെ നല്ലതാണെന്ന് കരുതുകയോ, ഇങ്ങനെ ഒരു കാര്യം, ഒരു രേഖ ഈ നബിദിനാഘോഷം എന്ന് പറയുന്ന കാര്യത്തിന് തെളിവായിക്കൊണ്ട് ഇവർക്ക് നല്ല ഒരാൾക്കും കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം അത് ദീനല്ല. അത് നിങ്ങൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട ദീനാണെന്ന് വാദിച്ചാലും അത് ദീനാവൂല. കാരണം തെളിവുകൾ അറിയിക്കുന്നതാണ് ദീനം. നിങ്ങൾക്ക് തോന്നിയതല്ല ദീൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളല്ല ദീൻ. തെളിവുകൾ എന്തറിയിക്കുന്നതോ അതാണ് ദീൻ. നിങ്ങൾക്ക് തെളിവുകൾ കൊണ്ടുവരാൻ സാധിക്കാത്തിടത്തോളം നിങ്ങൾ ഇത് ദീനാണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല, വെറും വാക്കാണ്. അപ്പോൾ നമ്മൾ ഇത്തരം ജൽപ്പനങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക തെറ്റിദ്ധരിപ്പിക്കലുകളും ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അതൊന്ന് വില കൊടുക്കേണ്ടതില്ല. നമ്മൾക്ക് നമ്മുടെ സനത്, അഹ്ലുസുന്നത്തിന്റെ സനത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെത്തും. ശ്രദ്ധിക്കണേ, ഇതിങ്ങനെ നബിദിനെ ആഘോഷിക്കാത്ത അഹ്ലുസുന്നത്തിന്റെ ആൾക്കാരെ പറ്റി പറഞ്ഞാൽ ഇവിടം തുടങ്ങി ഇങ്ങനെ പോയി അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെത്തും. ആഘോഷിക്കാത്തൊരു സനത്. ഇത് അഹ്ലുസുന്നത്തിന്റെ എല്ലാ നിലപാടുകളാണ് തന്നെ. നബിദിനെ ആഘോഷിച്ചവരുടെ സനതോ ഇതിങ്ങനെ പോയി ഓരോ ഒലിയാക്കന്മാരും ഉസ്താക്കന്മാരും ഖുറാഫി നേതാക്കന്മാരും ഇങ്ങനെ പോയി അവസാനം അവിടെ വരെത്തും. ജവഫർ വരെത്തും. ഉബൈദിയായ ഷീഇയായ സ്വഹാബത്തിനെ ചീത്ത വിളിക്കുന്ന, ഏറ്റവും വൃത്തികെട്ട, കളവ് പറഞ്ഞ യാതൊരു മടിയില്ലാത്ത, ഏറ്റവും അങ്ങേറ്റം ദുഷിച്ച സ്വഭാവങ്ങളുള്ള അങ്ങനെയുള്ള കൗമിന്റെ നേതാവിലേക്ക് ഒരു സനത് അവിടത്തോടെ അവസാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തൂല. താബീങ്ങളിലേക്കോ ഒന്നിലേക്ക് എത്തൂല. ഇതെല്ലാ വിധത്താരുടെ അവസ്ഥയാണ്. അവർ പറയുന്ന ഒരു കാര്യം എന്തില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ സനതിലെത്തൂല. അവർ വിശ്വാസങ്ങൾ എത്തൂല, പിന്നില്ല മുടിയെത്തുന്നത്. അവർ പറയുന്ന ആദർശങ്ങൾ പോലും അവിടേക്ക് സനത് കൊണ്ട് എത്തൂല, പിന്നില്ല അവരെവിടുന്നോ കൊണ്ടുവന്ന ഏതോ പെണ്ണിന്റെ മുടിയെത്തുന്നത്. ഒരിക്കലും എത്തൂല. അപ്പോ ഇങ്ങനെയുള്ള ജൽപ്പനങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം? അവർ സഹാബത്ത് ചെയ്ത കാര്യം നമ്മൾ ചെയ്താലേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. അത് നമ്മൾ പറയുന്നല്ല, സലഫികൾ പറയുന്നല്ല, അത് അള്ളാഹുവിന്റെ കൽപ്പന. അള്ളാഹു സുബ്ഹാനഹു എന്താ പറഞ്ഞത്? ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين. മുഅ്മിനുകൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇറങ്ങുമ്പോൾ സഹാബത്താണ്. മുഅ്മിനുകളുടേതല്ലാത്ത മാർഗം സ്വീകരിച്ചവരെ പറ്റി അള്ളാഹു പറഞ്ഞത് നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞിടത്തേക്ക് നാം അവന് തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നമ, അവൻ നരകത്തിൽ പ്രവേശിപ്പിക്കും. വസാഅത് മസ്ഇറ, എത്ര മോശം സങ്കീർണം. സഹാബത്തിനെ പിൻപറ്റൽ നിർബന്ധമാണ്. ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ വാഗ്ദാനം, നിങ്ങൾ ഹിദായത്തിലായി എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈമാൻ സഹാബത്തിനെ പോലാണെങ്കിൽ. നമ്മൾ സഹാബത്തിനെ പോലെ ആയാൽ നമ്മൾ ഹിദായത്തിലായി എന്ന് ഉറപ്പ് വരുന്നത് ആരാ? ഏതെങ്കിലും സംഘടനയുടെ നേതാവാണോ? അല്ല. ഏതെങ്കിലും ഒരു ത്വരീഖത്തിന്റെ ശൈഖാണോ? അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല. വേറെ ആരുടെ വാക്കുകൾക്ക് നമ്മൾ യാതൊരു വിലയും കൊടുക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ വാഗ്ദാനം. പിന്നെ നമുക്ക് എന്തിനു പേടിക്കാനുള്ളത്? ആരെ പിന്നെ പരിഗണിക്കേണ്ടതുള്ളത്? അവരെപ്പോലാകാന്ന് പറഞ്ഞാൽ അവർ ദീനായിക്കൊണ്ട് എന്ത് ചെയ്തോ ചെയ്യും. അവർ ദീനായിക്കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നത് ചെയ്യാതിരുന്ന കാര്യം നമ്മൾ ചെയ്യാതിരിക്കും. അതും ദീനാണ്. അതും ദീനാണ്. ചെയ്യല് മാത്രമല്ല ദീന, ഒഴിവാക്കൽ ദീനാണ്. പക്ഷെ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ പിൻപറ്റെന്ന് പറഞ്ഞാൽ എന്താ? നടന്നതിന് പിന്നാലെ നടക്കുക. നമുക്ക് പുതുതായി ഒന്നും ചെയ്യേണ്ടതില്ല ഈ ദീനിൽ. ദീൻ എളുപ്പമാണ്. നമുക്ക് മാതൃകളെ നിശ്ചയിച്ചിട്ടുണ്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബത്ത്. മാന അലൈഹിൽ യൗമ വസഹാബി. ഇവർ രണ്ടുപേരും എങ്ങനെയാണോ പോയത് അതിന്റെ പിന്നാലെ അങ്ങനെ തന്നെ പോവാം. പുതുതായിട്ട് എന്തെങ്കിലും വിശ്വാസം നമ്മുടെ വകയായിട്ട് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കാനോ ഇബാദത്തുകൾ നമ്മുടെ വകയായിട്ട് കടത്തിക്കൂട്ടാനോ ഒന്നിന്റെ ആവശ്യമില്ല. ചെയ്തിട്ട് കാര്യമില്ല. ഈ നബിദിനെ ആഘോഷിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് സമ്പത്തും സമയവും അധ്വാനം ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാക്കൂലെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ
അത് തള്ളപ്പെടും. എന്ന് വെച്ചാൽ അത് റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കൂല. പിന്നെന്ത് ചെയ്തിട്ട് കാര്യം? നിങ്ങൾ ഈ കഷ്ടപ്പെട്ടൊരു കാര്യമില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച നീ ദീനായിട്ട് ചെയ്തോ, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കാത്ത നീ ദീനായിട്ട് ചെയ്താൽ അള്ളാഹ് സ്വീകരിക്കൂലെങ്കിൽ നീ പിന്നെ ഈ കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെ. ഈ വെറുതെ വഴി കൂടെ പോകുമ്പോൾ പുറത്തൊരു സെഞ്ചി ഉണ്ട്, ഇവൻ നടക്കുകയാണ്. ഇങ്ങനെ പോണ വഴിക്ക് കുറെ കല്ലുകൾ കാണുന്നുണ്ട്, കല്ലുകളൊക്കെ സെഞ്ചി കയറ്റിയിട്ടുണ്ട്. ഇവന്റെ അവസ്ഥ എന്താ? ഒരു ഉപകാരമില്ലാത്ത വെറുതെ വഴി കിടക്കുന്ന കുറെ കല്ലുകൾ. ഇവനിങ്ങനെ നടക്കുന്നുണ്ട്, ഇവിടെ നടക്കണ പോണ വഴിക്ക് കാണുന്ന കല്ലുകളൊക്കെ എടുത്ത് സെഞ്ചിക്ക് തോളിലിടുന്നുണ്ട്. ഇതുപോലെയാണ് ബിദഅത്തുകാരുടെ അവസ്ഥ. ആമിലത്തുൻ നാസിബ, പണിയെടുത്ത് ക്ഷീണിച്ചിട്ട് അവർ വരും ആഖിറത്തിൽ. ക്ഷീണ മുഖത്തറിയും. അത്രയും പ്രയാസങ്ങൾ അവർ അമലുകൾ ചെയ്തിട്ടുണ്ട് ദുനിയാവിൽ. തസ്ലാ നാറൻ ഹാമിയ, അവരെന്ത് ചെയ്യും? കത്തിയിരി നരകത്തിൽ അവർ പ്രവേശിക്കും. അവരല്ലേ നേരത്തെ ഹൗദിന്റെ വിഷയം പറഞ്ഞപ്പോൾ ഇഷ്ടമുള്ള ഇത്തിബാവുള്ള ആളുകൾ ആദ്യം വെള്ളം കുടിക്കുമ്പോൾ ചില ആളുകൾ ദൂരെ നിന്ന് വരും. നിസ്കാരത്തലമുണ്ട്, മുസ്ലിമീങ്ങളാണെന്നുള്ള അടയാളങ്ങൾക്ക് പ്രകടമാണ്. ദൂരെ നിന്ന് വരുമ്പോൾ അവരെ ദൂരം തന്നെ അവരിങ്ങോട്ട് ഹൗദിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വരികയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം രംഗം. വിശ്വാസം ഇവിടുന്ന് ഹൗദിൽ ഇങ്ങനെ വെള്ളം കോരി കൊടുത്തുകൊണ്ടിരിക്കാൻ സ്വഹാബത്തിനും മറ്റുള്ള വിശ്വാസികൾക്കും. അപ്പോൾ കുറെ പേര് ഇങ്ങനെ വെള്ളം കുടിക്കാൻ ഹൗദിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിനെ മലക്കുകൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യും? നരകത്തിന്റെ ഭാഗത്തേക്ക് തിരിച്ചുവിടും, ഡയറക്ഷൻ തിരിച്ചുവിടും. വിശ്വാസം ഇവിടുന്ന് വിളിച്ചു പറയും, ഉമ്മത്തി ഉമ്മത്തി, അവരെന്റെ ഉമ്മത്താ, അവരെന്റെ ഇങ്ങോട്ട് കടത്തി വിടുന്ന മലക്കുകളോട് പറയും. മലക്കുകൾ എന്താ തിരിച്ചു പറയുന്നറിയോ? ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, താങ്കൾക്ക് ശേഷം എന്തൊക്കെയാണ് അവർ ദീനിൽ പുതുതായി ഉണ്ടാക്കിയെന്ന് താങ്കൾക്ക് അറിയൂല റസൂൽ. താങ്കൾക്കറിയില്ല, താങ്കൾ മരണ ശേഷം താങ്കൾക്കുള്ള എന്താണ് താങ്കൾക്ക് അറിയൂല. പക്ഷെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഉമ്മത്തിൽപ്പെട്ട വിദഅത്തുകാര് അവര് ദീനിലുള്ളതാണെന്ന് പറഞ്ഞിട്ട് താങ്കൾ പഠിപ്പിക്കാത്ത പലതും ദീനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കടത്തി കൂട്ടിയിട്ടുണ്ട്. ആ കടത്തി കൂട്ടിയവരൊക്കെ എന്ത് ചെയ്യും? നരകത്തിലേക്ക് നടയും, വഴിതിരിച്ചുവിടും. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുഖത്ത് നോക്കി പറയും, സുഹ്കൻ സുഹ്കൻ ലിമൻ ബദ്ദല ദീനി, എന്റെ ദീനിന് മാറ്റം വരുത്തിയവർ ദൂരെ പോട്ടെ എന്ന് പറഞ്ഞാൽ അവരെ ആട്ടി ഓടിക്കും. ഈ ആട്ടി ഓടിക്കലുകൾ നമുക്ക് നേരിടേണ്ടതില്ലെങ്കിൽ, നമ്മളതിനെ പേടിക്കണമെന്നുണ്ടെങ്കിൽ ബിദ്അത്തുകൾ ഒഴിവാക്കണം, നിർബന്ധമാണ്. ഉസ്താക്കന്മാർ പറഞ്ഞാലും സംഘടനക്കാർ പറഞ്ഞാലും പാർട്ടിക്കാർ പറഞ്ഞാലും നാടൊട്ടുക്ക് ആകർഷിക്കുന്നുണ്ടെങ്കിലും ബിദ്അത്താണെങ്കിൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൽ പഠിപ്പിച്ചു തരാത്തതാണെങ്കിൽ, സ്വഹാബത്ത് ദീനെ ആദരിക്കാത്തതാണെങ്കിൽ നമ്മൾ ചെയ്യരുത്. മുസ്ലിമാണെങ്കിൽ നരകത്തിന് പേടിക്കുന്നുണ്ടെങ്കിൽ, അല്ലാത്തതെന്തെങ്കിലും ചെയ്തോട്ടെ, കാര്യമാക്കണമെന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാൻ ഒരുപാട് സമയമായി. ബാറക്കല്ലാഹു ഫീക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും കഴിവിന്റെ പരമാവധി, അറിവിന്റെ പരമാവധി ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും സഹാബത്തിന്റെ ഓരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതും അതുപോലെ തന്നെ അവിടുത്തെ സഹാബത്തിൻ്റെതും എല്ലാ സൽഗുണങ്ങളും പരമാവധി നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാൻ, അപ്ലൈ ചെയ്യാൻ, നമ്മൾക്കതുപോലെ അവരെ അള്ളാഹു സുബ്ഹാനഹു തൃപ്തിപ്പെട്ട റളിയല്ലാഹു അൻഹു എന്ന സഹാബത്തിനെ പറ്റി പറഞ്ഞു. അള്ളാഹ് അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. നമ്മളും അവരെ പോലെ ആയാലാണ് അള്ളാഹ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെയും തൃപ്തിപ്പെടുക. അവരെ പോലെ ആവുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും തൃപ്തിപ്പെടുകയും ചെയ്യാൻ ഇത്തരം സംസാരങ്ങളും നമ്മുടെ മറ്റ് പഠനങ്ങളും സബബുകളാക്കി തീർക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.